Hi, good evening everyone. Good evening all. Good evening all. Hi all. Yes, so GIB 2 one shot series we start physics nuclei discuss topic. Latest syllabus updated syllabus nuclei nuclear chapter ആണ് അതൊന്നും കൂടെ ചെറുതായി അതുകൊണ്ട് നമുക്ക് പഠിക്കാൻ കുറച്ചും കൂടി എളുപ്പമായി ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ട ശ്രദ്ധിക്കേണ്ട എല്ലാ ഏരിയയും ടച്ച് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ഇന്ന് പോവാ സോ ഹായ് ഓൾ ഹായ് ഫാത്തിമ ഹിബ ഹായ് ആദിത്യ ജീന ഫാത്തിമ റിയ ശ്രീജിത്ത് ഹായ് ഓൾ ഹലോ ഹായ് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഓക്കെ കോമ്പോസിറ്റ് ഇതില് നമുക്കറിയാം സിലബസിൽ നിന്ന് ഒഴിവാക്കിയ പാർട്ട് എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് ഡീകെയിലെ ഡിയർ കോമ്രേഡ് ഹായ് ഗുഡ് ഈവനിങ് റേഡിയോ ആക്റ്റീവ് ഡീകെയിലെ റേറ്റ് ലോയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് ഒഴിവാക്കിയത് പക്ഷെ എന്നാലും ആ റേഡിയോ ആക്റ്റീവ് ഡീകെ NCERT ഉള്ളത് കൊണ്ട് ആൽഫ ബീറ്റ ഗാമ ഡീകെയും അതും അതിന്റെ ആൽഫയുടെയും ബീറ്റയുടെയും ഗാമയുടെയും കൗണ്ട് കണ്ടുപിടിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കുന്നത് നല്ലതാണ് നമുക്ക് അതിലേക്ക് വരാം സി ഫസ്റ്റ് കോമ്പോസിഷൻ ഓഫ് ന്യൂക്ലിയയിൽ വരുന്ന ഭാഗങ്ങളാണ് നന്നായിട്ട് ശ്രദ്ധിക്കട്ടോ മക്കളെ ടൈപ്സ് ഓഫ് ന്യൂക്ലിയ ഇതൊക്കെ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടതാണ് ഐസോടോപ്സ് ആസ് വി നോ ഐസോടോപ്പ് എന്താ ആറ്റംസ് ഹാവ് same element having same atomic number but different mass number. See നിങ്ങൾക്ക് ഇവിടെ നോക്കാം ഹൈഡ്രജൻ ട്രീഷ്യം നോക്ക് ഡ്യൂട്ടീരിയം ട്രീഷ്യം ഇവിടെ അറ്റോമിക് നമ്പർ സെയിം ആണ് മാസ് നമ്പർ ഡിഫറെന്റ് ആണ് കാർബൺ 12ഉം കാർബൺ 14ഉം അറ്റോമിക് നമ്പർ സെയിം ആണ് ബട്ട് മാസ് നമ്പർ ഡിഫറെന്റ് ആണ് മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ അറിയാലോ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസിനാണ് നമ്മൾ മാസ് നമ്പർ എന്ന് പറയുക ദാറ്റ് ഇസ് ദ ടോട്ടൽ കൗണ്ട് ഓഫ് neutron and proton inside the nuclei and atomic number is the number of proton only appo namukku neutron എണ്ണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി മാസ് നമ്പറിൽ നിന്നും atomic number subtract ചെയ്താൽ മതി ശരിയല്ലടാ ഹായ് so second one is isobar നേരെ opposite atoms having same mass number but different atomic number mass number same different മാസ് നമ്പർ 3 അറ്റോമിക് നമ്പർ 1 and 2 ഇവിടെ കാർബൺ 14ഉം നൈട്രജൻ 14ഉം രണ്ടാക്കും മാസ് നമ്പർ 14 ആണ് ഇവിടെ അറ്റോമിക് നമ്പർ ഡിഫറെന്റ് ആണ് റൈറ്റ് നെക്സ്റ്റ് നോക്കടാ ഐസോടോൺസ് ദ ആറ്റംസ് വിത്ത് സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺ ബട്ട് ഡിഫറെന്റ് അറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ സി ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം H13ഉം ഹീലിയം He24ഉം ഇതിലെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് സെയിം ആയിരിക്കും എങ്ങനെ നമ്മൾ നമ്പർ ഓഫ് പ്രോട്ടോൺസ് കാണുക മാസ് നമ്പറിൽ നിന്നും അറ്റോമിക് നമ്പർ സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് നമ്പർ ഓഫ് പ്രോട്ടോൺസ് കിട്ടും ഇവിടെ പ്രോട്ടോണിന്റെ എണ്ണം 2 പ്രോട്ടോൺ ഉണ്ടാവും ദാറ്റ് ഇസ് 3 - 1 ഇവിടെ പ്രോട്ടോൺ എണ്ണം നോക്കൂ 4 - 2 ദാറ്റ് ഇസ് 2 സോറി പ്രോട്ടോൺ അല്ല ന്യൂട്രോണിന്റെ എണ്ണം നോക്കൂ ഇവിടെ 3 - 1 2 ഇവിടെ 4 - 2 ദാറ്റ് ഇസ് 2 സോ ന്യൂട്രോണിന്റെ എണ്ണം രണ്ടുപേർക്കും സെയിം ആണ് ബട്ട് മാസ് നമ്പറും ഡിഫറെന്റ് ആണ് അറ്റോമിക് നമ്പറും ഡിഫറെന്റ് ആണ് ഓക്കെ and next one is isodiaphers എന്ന് പറയുന്നത് ലിറ്റിൽ ബിറ്റ് ഡിഫറെന്റ് ആണ് സി നോക്ക് ഞാൻ ഇവിടെ എന്താ ഡിഫറൻസ് ഞാൻ നോക്കുക ഇതാണ് ഇവിടെ Na സോഡിയം കാണാം മാസ് നമ്പർ 23 അറ്റോമിക് നമ്പർ 11 ഇതിൽ എത്ര ന്യൂട്രോൺ ഉണ്ട് നോക്കുക ഇതിൽ എത്ര ന്യൂട്രോൺ ഉണ്ട് ആദ്യത്തിൽ എത്ര പ്രോട്ടോൺ ഉണ്ട് പ്രോട്ടോണിന്റെ എണ്ണം എത്ര ഉണ്ട് 11 പ്രോട്ടോൺ ഉണ്ട് ശരിയല്ലേ ന്യൂട്രോൺ എത്ര ഉണ്ട് പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും ആകെ എണ്ണമാണ് മാസ് നമ്പർ അതിൽ നിന്നും പ്രോട്ടോണിന്റെ എണ്ണം സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് ന്യൂട്രോണിന്റെ എണ്ണം കിട്ടും ന്യൂട്രോണ് 12 നമ്പർ ഓഫ് ന്യൂട്രോൺ ഉണ്ടാവും ശരിയല്ലേ isn't it ഇനി നോക്ക് Al അവിടെ മാസ് നമ്പർ 27 ആണ് അറ്റോമിക് നമ്പർ 13 ആണ് ദാറ്റ് ഇസ് നമ്പർ ഓഫ് പ്രോട്ടോൺ ഇസ് 13 നമ്പർ ഓഫ് ന്യൂട്രോൺ 27 - 13 നമുക്ക് 14 കിട്ടും ശരിയല്ലേ അപ്പോൾ ഇവിടെ നോക്ക് എക്സസ് നമ്പർ ഓഫ് പ്രോട്ടോൺ എക്സസ് നമ്പർ ഓഫ് ന്യൂട്രോൺ ഫസ്റ്റ് കേസിൽ ന്യൂട്രോണിന്റെ അധികം എണ്ണം പ്രോട്ടോൺ 11 ന്യൂട്രോൺ 12 അപ്പൊ പ്രോട്ടോണിന്റെ എണ്ണത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ അധിക ന്യൂട്രോണിന്റെ എണ്ണം 1 ആണ് ഇവിടെ നോക്ക് 13ഉം 14ഉം അപ്പൊ അധികമുള്ള ന്യൂട്രോണിന്റെ എണ്ണം 1 ആണ് അപ്പൊ എക്സസ് നമ്പർ ഓഫ് ന്യൂട്രോൺ സെയിം ആയി വരുന്ന ആറ്റത്തിനെയാണ് നമ്മൾ ഐസോഡയാഫേഴ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ന്യൂക്ലിയർ ഹാവിംഗ് ഡിഫറെന്റ് അറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ ബട്ട് ദി എക്സസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഓവർ ദ പ്രോട്ടോൺ ആർ സെയിം ഇസ് കോൾഡ് ഐസോഡയാഫേഴ്സ് ക്ലിയർ അല്ലടാ യെസ് ഇനി ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആദ്യത്തെ ഭാഗം കോമ്പോസിഷൻ ഓഫ് ന്യൂക്ലിയ എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത് ഒരു ന്യൂക്ലിയയുടെ റേഡിയസ് ഒരു ന്യൂക്ലിയയുടെ വോളിയം ഒരു ന്യൂക്ലിയയുടെ ഡെൻസിറ്റി അതിനു മുമ്പ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു ന്യൂട്രോണിന്റെ ആകെ മാസ് എന്ന് പറയുന്നത് മാസ് ഓഫ് പ്രോട്ടോൺ പ്ലസ് മാസ് ഓഫ് ന്യൂട്രോൺ ആണ്
മാസ് ഓഫ് പ്രോട്ടോണും മാസ് ഓഫ് ന്യൂട്രോണും സ്ലൈറ്റ്ലി ഡിഫറെന്റ് ആണ് എങ്കിലും ഇവിടെ നമ്മൾ രണ്ടും അപ്രോക്സിമേറ്റ്ലി സെയിം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. മാസ് ഓഫ് പ്രോട്ടോൺ ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു മാസ് ഓഫ് ന്യൂട്രോൺ. ഓക്കെ, അപ്പോൾ ഒരു ആറ്റത്തില് ഒരു ന്യൂക്ലിയസിൽ ആകെ അതിന്റെ ഉള്ളിലുള്ള ആളുകളുടെ എണ്ണമാണ് മാസ് നമ്പർ. ന്യൂട്രോണിന്റെയും പ്രോട്ടോണിന്റെയും എണ്ണം, ന്യൂക്ലിയോൺസിന്റെ എണ്ണം, മാസ് നമ്പർ. ഒരു ന്യൂക്ലിയോന്റെ മാസിനെ നമ്മൾ എം എന്ന് ഡിനോട്ട് ചെയ്യുക. അത് പ്രോട്ടോൺ ആണെങ്കിൽ ന്യൂട്രോൺ ആണെങ്കിൽ ഓൾമോസ്റ്റ് ഒരേ മാസാണ്, ഓൾമോസ്റ്റ് 1 AMU ആണ്. അപ്പൊ അത് ഒരു പ്രോട്ടോണിന്റെയും ഒരു ന്യൂട്രോണിന്റെയും മാസ് ഓൾമോസ്റ്റ് സെയിം ആണെങ്കിൽ നമ്മൾ എം എന്ന് ഡിനോട്ട് ചെയ്യുക. അപ്പൊ ഇതിന്റെ ആകെ മാസ് എത്ര വരിക എന്നറിയോ? ആകെ മാസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ്, ദാറ്റ് ഇസ് മാസ് നമ്പർ, ഇൻ ടു എം, മാസ് ഓഫ് പ്രോട്ടോൺ ഓർ ന്യൂട്രോൺ. അപ്പൊ ഇതിൽ ഉൾക്കൊള്ളുന്ന ആളുകളുടെ എണ്ണമാണ് എ എന്ന് പറയുന്നത്. ആ എണ്ണം കൂടുന്നതിനനുസരിച്ച് ന്യൂക്ലിയസിന്റെ സൈസ് കൂടും. ഓർ റേഡിയസ് ഇസ് പ്രപ്പോർഷണൽ ടു മാസ് നമ്പർ റേസ് ടു 1/3. Mass number raised to 1/3. അപ്പോൾ radius is equal to a constant into mass number raised to 1/3. That constant is 1.2 into 10 raised to -15 meter, അല്ലെങ്കിൽ 1.2 ഫെർമി മീറ്റർ. അങ്ങനെയാണെങ്കിൽ റേഡിയസിന്റെ റേഷ്യോ, രണ്ട് ന്യൂക്ലിയസിന്റെ റേഡിയസിന്റെ റേഷ്യോ ചോദിച്ചാൽ അത് മാസ് നമ്പറിന്റെ റേഷ്യോന്റെ ക്യൂബ് റൂട്ട് ആയിരിക്കും. ഓക്കെ, ക്യൂബ് റൂട്ട് ആയിരിക്കും. റേസ് ടു 1/3 എന്ന് പറഞ്ഞാൽ ക്യൂബ് റൂട്ട്. ശരിയല്ലടാ? യെസ് അനന്തു സജി, ഹായ് 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 ഹായ്, നീ ഇവിടെയും വന്നല്ലേ? ഓക്കെ, ഇനി വോള്യം നമ്മൾ നോക്കുകയാണെങ്കിൽ വോള്യത്തിന്റെ ഇക്വേഷൻ അസ്യൂം ടു ബി സ്ഫെറിക്കൽ. ന്യൂക്ലിയോൺസ് കൂടി ചേർന്നുണ്ടാവുന്ന ന്യൂക്ലിയസ് അസ്യൂം ടു ബി സ്ഫെറിക്കൽ. അപ്പോൾ അതിന്റെ സ്ഫിയറിന്റെ വോള്യം എന്ന് പറയുന്നത് 4/3 പൈ r ക്യൂബ് ആണ്. സോ ദാറ്റ് ഇസ് v ഈസ് ഈക്വൽ ടു 4/3 പൈ റേഡിയസ് ഓഫ് ദ ന്യൂക്ലിയ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കൊടുക്കുക? r0 a raised to 1/3 കൊടുക്കുക. സോ ദാറ്റ് ഇസ് r0 ക്യൂബ് a raised to 1/3ക്ക് ക്യൂബ് ചെയ്താൽ നമുക്ക് a ആണ് കിട്ടുക. അപ്പോൾ വോള്യം ഇസ് പ്രപ്പോർഷണൽ ടു മാസ് നമ്പർ എന്ന് വരും. അപ്പൊ വോള്യത്തിന്റെ, രണ്ട് ന്യൂക്ലിയസിന്റെ വോള്യത്തിന്റെ റേഷ്യോ ആണ് ചോദിക്കുന്നതെങ്കിൽ ദാറ്റ് ഇസ് ഈക്വൽ ടു മാസ് നമ്പറിന്റെ റേഷ്യോ. റേഡിയസിന്റെ റേഷ്യോ ആണ് ചോദിക്കുന്നതെങ്കിൽ ദാറ്റ് ഇസ് ഈക്വൽ ടു മാസ് നമ്പർ റേഷ്യോ റേസ് ടു 1/3, ദാറ്റ് ഇസ് ക്യൂബ് റൂട്ട് ഓഫ് മാസ് നമ്പർ റേഷ്യോ. ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ ഡെൻസിറ്റിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഡെൻസിറ്റി ഇസ് നത്തിങ് ബട്ട് മാസ് ബൈ വോളിയം. മാസ് ഓഫ് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ എന്താടാ? ന്യൂക്ലിയോൺസ്, എത്ര ന്യൂക്ലിയോൺസ് ഉണ്ട്, ദാറ്റ് ഇസ് മാസ് നമ്പർ, ഇൻടു ഒരു ന്യൂക്ലിയോന്റെ മാസ്, ദാറ്റ് ഇസ് എം, ഡിവൈഡഡ് ബൈ വോളിയം. വോളിയം നമ്മൾ എഴുതി വരുന്ന സമയത്ത് യു വിൽ ഗെറ്റ് 4/3 പൈ r0 ക്യൂബ് a എന്ന് കിട്ടും. അപ്പൊ എയും കട്ടാവും. സോ ഇതൊക്കെ കോൺസ്റ്റന്റ് ആണ്. മാസ് ഓഫ് ന്യൂക്ലിയോൺ കോൺസ്റ്റന്റ് ആണ് 1 AMU, 4/3 കോൺസ്റ്റന്റ് ആണ്, r0 കോൺസ്റ്റന്റ് ആണ്, ദാറ്റ് ഇസ് 1.2 into 10 raised to -15. അപ്പൊ ഇതെല്ലാം കോൺസ്റ്റന്റ് ആണ്. സോ ഇറ്റ് ഈസ് സെയിം ഫോർ ഓൾ ന്യൂക്ലിയേ. എല്ലാ ന്യൂക്ലിയസിന്റെ ഡെൻസിറ്റിയും സെയിം ആണ്. ഡെൻസിറ്റി ഇസ് കോൺസ്റ്റന്റ്. ആറ്റത്തിന്റെ ഡെൻസിറ്റി അല്ല, ന്യൂക്ലിയസിന്റെ ഡെൻസിറ്റിയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പൊ മാസ് നമ്പർ കുറഞ്ഞ ഹൈഡ്രജൻ എടുത്താലും, മാസ് നമ്പർ കൂടുതലുള്ള യുറേനിയം എടുത്താലും, ഒരു ആവറേജ് മാസ് നമ്പർ ഉള്ള അയൺ എടുത്താലും, അതിന്റെ ഒക്കെ ആവറേജ് മാസ് നമ്പർ വിച്ച് മീൻസ് കൂടുതലല്ല കുറവല്ലാത്ത മാസ് നമ്പർ ഉള്ള ഒരു ന്യൂക്ലിയർ എടുത്താലും അവരുടെ ഒക്കെ ന്യൂക്ലിയർ ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. ന്യൂക്ലിയർ ഡെൻസിറ്റിന്റെ റേഷ്യോ ആണ് എക്സാമിന് ചോദിക്കുന്നതെങ്കിൽ ρ1/ρ2 is equal to 1/1, 1:1 ആണ് ആൻസർ വരിക. ഒരു പല രീതിയിലും തിരിച്ചും മറിച്ചും ചോദിക്കും. ന്യൂക്ലിയർ ഡെൻസിറ്റി is constant and that value is 2.3 into 10 raised to 17 kg/m3. It's clear? റെഡി? അപ്പൊ അത് മനസ്സിൽ ഫിക്സ് ചെയ്ത് വെക്കുക. ന്യൂക്ലിയസിന്റെ റേഡിയസ് ഇസ് പ്രൊപ്പോർഷണൽ ടു മാസ് നമ്പർ റേസ്ഡ് ടു 1/3. ന്യൂക്ലിയസിന്റെ വോളിയം ഇസ് പ്രൊപ്പോർഷണൽ ടു മാസ് നമ്പർ ആൻഡ് ന്യൂക്ലിയർ ഡെൻസിറ്റി ഇസ് എ കോൺസ്റ്റന്റ്, ദാറ്റ് ഇസ് ഈക്വൽ ടു 2.3 into 10 raised to 17 kg/m3. സി ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. റേഡിയസ് ഓഫ് അലൂമിനിയം ഈസ് 3.6 ഫെർമി മീറ്റർ ആൻഡ് ദ റേഡിയസ് ഓഫ് TE, അതിന്റെ റേഡിയസ് എത്രയാണെന്ന് ചോദിച്ചു. സോ നമുക്ക് ഡയറക്റ്റ് ആ ഇക്വേഷനിൽ ആ റിലേഷൻഷിപ്പിലേക്ക് പോവാം. ദാറ്റ് ഇസ് റേഡിയസ് ഓഫ് TE ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് AL ഈസ് ഈക്വൽ ടു മാസ് നമ്പർ ഓഫ് TE ഡിവൈഡഡ് ബൈ മാസ് നമ്പർ ഓഫ് AL ഹോൾ റേസ് ടു 1/3. So radius of TE divided by radius of AL is 3.6 Fermi meter, and that is equal to mass number of TE is 125 divided by AL into the 27. രണ്ടും ക്യൂബ് റൂട്ട് ഉള്ള നമ്പേഴ്സ് ആണ്, raised to 1/3. അപ്പോൾ നമുക്ക് radius of TE is equal to 3.6 into 125ന്റെ ക്യൂബ് റൂട്ട് എടുത്താൽ 5 കിട്ടും, 27ന്റെ ക്യൂബ് റൂട്ട് എടുത്താൽ നമുക്ക് 3 കിട്ടും. ശരിയല്ലേ? സോ 3.6 ഉം 3ഉം കട്ട് ചെയ്താൽ വിൽ ഗെറ്റ് 1.2. 1.2 into 5 you will get 6 Fermi meter. That is option 2 is the right answer. Clear അല്ലടാ? നെക്സ്റ്റ് നോക്കൂ. The nuclei which has radius 1/3 of the radius of OS 189.
അപ്പോൾ ഏതോ ഒരു ന്യൂക്ലിയ ഉണ്ട്, ആ ന്യൂക്ലിയ നമുക്ക് എക്സ് ന്യൂക്ലിയ എന്ന് വിളിക്കാം. അതിന്റെ റേഡിയസ് ഈ OS എന്ന് പറയുന്ന ന്യൂക്ലിയസിന്റെ റേഡിയസിന്റെ 1/3 ആണ്. അപ്പൊ റേഡിയസ് ഓഫ് OS ഞാൻ ഇങ്ങനെ എഴുതി, ഡിവൈഡഡ് ബൈ അവർ പറയുന്ന എക്സ് എന്ന് പറയുന്ന ന്യൂക്ലിയസിന്റെ റേഡിയസ് OS എന്ന് പറയുന്ന റേഡിയസിന്റെ 1/3 ആണ്. ഞാൻ ആദ്യം ഇങ്ങനെ എക്സ് എന്ന് എഴുതി. ദെൻ റേഡിയസ് ഓഫ് എക്സ് ന്യൂക്ലിയ ഈസ് ഈക്വൽ ടു 1/3 ഓഫ് റേഡിയസ് ഓഫ് OS. And that is equal to mass number of OS is 189 divided by mass number of നമുക്കറിയാത്ത unknown nuclei raised to 1/3. So radius of OS, radius of S എന്താ, radius of OS divided by 1/3 എന്നല്ലേ പറഞ്ഞത് 3. എന്നിട്ട് ഇവിടെ സ്ക്വയർ ക്യൂബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തുള്ള റേസ് ടു 1/3 ഒഴിവാക്കാം. ദാറ്റ് ഇസ് 189 ഡിവൈഡഡ് ബൈ A. അപ്പോൾ ഈ റേഡിയസ് ഓഫ് OS ക്യാൻസൽ ആവും, 3ന്റെ മുകളിലേക്ക് വരും, അതിനെ ക്യൂബ് ചെയ്താൽ 9 ആവും. 9 is equal to 189 divided by A, and A is equal to 189 divided by 9, 189 divided by 9, and that is equal to, sorry, 3ന്റെ ക്യൂബ് അല്ലേ നമ്മളവിടെ ചെയ്യുന്ന, 3ന്റെ ക്യൂബ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 27 ആണ് കിട്ടുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 189 ഡിവൈഡഡ് ബൈ A ഈസ് ഈക്വൽ ടു 189 ഡിവൈഡഡ് ബൈ 27, ഇറ്റ് ഈസ് ഈക്വൽ ടു 7. അപ്പൊ മാസ് നമ്പർ 7 ആണ് അൺനോൺ ന്യൂക്ലിയർ, ശരിയല്ലേ? അപ്പൊ മാസ് നമ്പർ 7 ആയ ആള് ലിത്തിയം ആണ്. അവിടെ മാസ് നമ്പറോട് കൂടിയാണ് ഓപ്ഷൻസ് തന്ന്, ശരിയല്ലടാ? യെസ്, നസിഹ CP, ഹായ് നസിഹ. നോക്ക് അടുത്ത ക്വസ്റ്റൻ നോക്കൂ. NCERTയിലുള്ള ഒരു എക്സാമ്പിളത്തെ ക്വസ്റ്റൻ ആണ് 13.1. Given that mass of iron nuclei is 55.85 AMU and mass number is 56, find the nuclear density. എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വേണ്ട, കാരണം ന്യൂക്ലിയർ ഡെൻസിറ്റി is a constant that is equal to 2.29 into 10 raised to 17 kilogram per meter cube, right? Yes. ന്യൂക്ലിയർ ഫോഴ്സ് നോക്ക്. ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയസിന്റെ അകത്തുള്ള 2 ന്യൂക്ലിയോൺസുകൾ തമ്മിലുള്ള ഫോഴ്സിനെയാണ് നമ്മൾ ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയാം. ഇവിടെ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നബീൽ, ഹായ് നബീൽ സാർ. യെസ് നബീൽ സാർ കാണുന്നുണ്ട് എന്ന് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, ഹായ് നബീൽ സാർ. സി, ന്യൂക്ലിയർ ഫോഴ്സ് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലതരത്തിലുള്ള കൺഫ്യൂഷൻസ് ഒരുപക്ഷെ നിങ്ങൾക്ക് ഉണ്ടാവാം. ന്യൂക്ലിയർ ഫോഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. സി, ഒരു ന്യൂക്ലിയസിന്റെ അകത്തുള്ള 2 ന്യൂക്ലിയോൺസുകൾ തമ്മിലുള്ള ഫോഴ്സിനെയാണ് നമ്മൾ ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയാം. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ന്യൂക്ലിയർ ഫോഴ്സ് അട്രാക്റ്റീവ് ഫോഴ്സ് ആണോ റിപ്പൽസീവ് ഫോഴ്സ് ആണോ എന്നുള്ളതാണ്. ന്യൂക്ലിയർ ഫോഴ്സ് അട്രാക്റ്റീവ് ആണോ റിപ്പൽസീവ് ആണോ എന്ന് ചോദിച്ചാൽ ഒറ്റയടിക്ക് ആൻസർ ഇല്ല. കാരണം ദാറ്റ് ഇസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദാറ്റ് ന്യൂക്ലിയോൺസ്. ഒരു ന്യൂക്ലിയസിന്റെ അകത്തുള്ള 2 ന്യൂക്ലിയോണുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യും അവർ തമ്മിലുള്ള ന്യൂക്ലിയർ ഫോഴ്സ് എന്ത് തരത്തിലുള്ള ഫോഴ്സ് ആണെന്ന്. അത് അട്രാക്റ്റീവ് ആവാം, ഓക്കെ, അത് അട്രാക്റ്റീവ് ആവാം, റിപ്പൽസീവ് ആവാം. അപ്പോൾ ന്യൂക്ലിയർ ഫോഴ്സ് അട്രാക്റ്റീവ് ആവാം, റിപ്പൽസീവ് ആവാം. ദാറ്റ് ഇസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഇനി ആ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരിക്കലും അവർ തമ്മിലുള്ള ചാർജ് കാരണം ഉണ്ടാകുന്ന ഫോഴ്സ് അല്ല, ഒരിക്കലും അവരുടെ മാസ് കാരണം ഉണ്ടാകുന്ന ഫോഴ്സ് അല്ല. ആ ഫോഴ്സ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു ന്യൂക്ലിയസിന്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്നതുകൊണ്ടാണ് അവർ തമ്മിൽ ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ടാവുന്നത്. ഇനി ആരൊക്കെ ന്യൂക്ലിയോൺസ് എന്ന് പറയുന്നത്, അതിൽ ആരൊക്കെ വരാം? പ്രോട്ടോൺസ് വരാം, ന്യൂട്രോൺസ് വരാം, ആസ് വെൽ ആസ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ വരാം. റൈറ്റ്? ഈ പേഴ്സുകളൊക്കെ തമ്മിലുള്ള ഫോഴ്സ് ന്യൂക്ലിയർ ഫോഴ്സ് ഈക്വൽ ആണ്. ശ്രദ്ധിക്കണേ, ന്യൂക്ലിയർ ഫോഴ്സ് ഈക്വലും ആണ്. അപ്പോ പ്രോട്ടോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ ഇവരൊരു ന്യൂക്ലിയസിന്റെ ഭാഗമായി നിലകൊള്ളുന്ന ന്യൂക്ലിയോൺസ്. ഈ ന്യൂട്രോൺ, പ്രോട്ടോൺ ആൻഡ് പ്രോട്ടോൺ തമ്മിലേ ഫോഴ്സ് ഉണ്ടാവുള്ളൂ. അല്ലാതെ 2 ഇൻഡിവിജ്വൽ പ്രോട്ടോൺ അടുത്തടുത്ത് വെച്ചാൽ അവർക്കിടയിൽ കൂളോംബിക് റിപ്പൽഷൻ ഉണ്ടാവും, പക്ഷെ ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ടാവില്ല. അപ്പൊ ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയസിന്റെ ഭാഗമായി നിലകൊള്ളുന്ന ന്യൂക്ലിയോൺസ്, അതായത് പ്രോട്ടോൺ, പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ തമ്മിലെ ഫോഴ്സ് ഉണ്ടാവുള്ളൂ. അത് ചാർജ് ഇൻഡിപെൻഡന്റ് ആണ്, മാസ് ഇൻഡിപെൻഡന്റ് ആണ്. ദാറ്റ് മീൻസ് ഇവർ പോസിറ്റീവ് ചാർജ് ഉള്ളത് കൊണ്ടുള്ള ആ ഫോഴ്സ് അല്ല ന്യൂക്ലിയർ ഫോഴ്സ്. പിന്നെന്താ? ഒരു ന്യൂക്ലിയസിന്റെ ഭാഗമായി നിലകൊള്ളുന്നതുകൊണ്ടുള്ള ഫോഴ്സ് ആണ്. ഇനി ആദ്യം അതിന്റെ നേച്ചർ പറയാം. നോക്കൂ, അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 0.8 ഫെർമിമീറ്റർ ആണ് അതിന്റെ റെഫറൻസ് ഡിസ്റ്റൻസ്. 0.8 ഫെർമിമീറ്റർ. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. 0.8 ഡിസ്റ്റൻസ് ഉള്ള ഒരു സ്പ്രിങ് അവർക്കിടയിൽ ഉണ്ട് എന്ന് സങ്കല്പിച്ചാൽ മതി. ഇനി ഇത് പരസ്പരം ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 0.8 കുറഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 0.8 കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക?
റിപ്പൽസീവ് ഫോഴ്സ്. നോക്കൂ, ഈ സ്പ്രിങ്ങിനെ അടുപ്പിച്ച് നിർത്തുമ്പോഴല്ലേ, രണ്ട് സൈഡിൽ നിന്ന് പിടിച്ച് പ്രസ് ചെയ്യുമ്പോഴല്ലേ അവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ന്യൂക്ലിയോൺസിന്റെ ഇടയിൽ സ്പ്രിംഗ് ഒന്നുമില്ല, പക്ഷേ ഒരു സ്പ്രിംഗ് വെച്ചാൽ എന്ത് ബിഹേവിയർ ആണോ ഉണ്ടാവുക, അത്തരത്തിലുള്ള ഒരു ബിഹേവിയർ ആണ് ന്യൂക്ലിയർ ഫോഴ്സിന് ഉള്ളത്. അപ്പോൾ ഇവർ നമ്മളെ ഡിസ്റ്റൻസ് കുറയ്ക്കാൻ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ഡിസ്റ്റൻസ് കുറയ്ക്കാതിരിക്കാനാണ് ആ ന്യൂക്ലിയർ ഫോഴ്സ് ട്രൈ ചെയ്യുക. അപ്പോൾ അവർ ന്യൂക്ലിയർ ഫോഴ്സ് എന്ത് ചെയ്യും? റിപ്പൽസീവ് ഫോഴ്സ് ആയിട്ട് നിലകൊള്ളും. അത് 0.8 ഫെർമിമീറ്ററിലേക്ക് തിരിച്ചെത്തിക്കാൻ ശ്രമിക്കും. സോ ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് 0.8 ഫെർമിമീറ്റർ, ദ നേച്ചർ ഓഫ് ഫോഴ്സ് വിൽ ബി റിപ്പൽസീവ്. ഇനി നിങ്ങൾ അവരെ അകത്തി നിർത്താൻ ശ്രമിച്ചു നോക്കൂ. അപ്പൊ നോക്ക്, ആ സ്പ്രിങ്ങിന്റെ നേച്ചർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് കൂട്ടുന്ന സമയത്ത് സ്പ്രിങ് തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ ഫോഴ്സ് എന്ത് ഫോഴ്സ് ആവും? റിപ്പൽസീവ് ഫോഴ്സ് ആവും. ദാറ്റ് മീൻസ് always try to maintain 0.8 fermimeter distance. If the distance is less than that of that 0.8 fermimeter, the force will be repulsive. It is greater than that of 0.8 fermimeter, then it will be attractive. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, അത് ചാർജ് ഡിപ്പെൻഡന്റോ മാസ് ഡിപ്പെൻഡന്റോ ഒന്നുമല്ല, അതൊരു ന്യൂക്ലിയസിന്റെ ഭാഗമായി നിലകൊള്ളുന്ന ഒരു ന്യൂക്ലിയസിന്റെ ഭാഗം എന്നുള്ള വികാരത്തിന്റെ പുറത്തുണ്ടാവുന്ന ഫോഴ്സ് ആണ് എന്ത്? ന്യൂക്ലിയർ ഫോഴ്സ്. സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ. കാരണം ഈ പ്രോട്ടോൺ അടുത്ത് വരുമ്പോൾ അവർക്കിടയിൽ ഒരു കൂളോംബിക് റിപ്പൽഷൻ ഉണ്ട്. ആ റിപ്പൽഷന്റെ ഒക്കെ എത്രയോ മടങ്ങ് അധികമാണ് ഇവർക്കിടയിലെ ന്യൂക്ലിയർ ഫോഴ്സ്. ആ റിപ്പൽസീവ് ഫോഴ്സ് ഒന്നും അവിടെ എഫക്ട് ചെയ്യുന്ന പോലുമില്ല, അത്രയും സ്ട്രോങ് ആണ് ന്യൂക്ലിയർ ഫോഴ്സ്. ന്യൂക്ലിയർ ഫോഴ്സസ് ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ഞാൻ പറഞ്ഞു, ആ 0.8 ഫെർമിമീറ്റർ ആ റേഞ്ചിലാണ് ആ ഫോഴ്സ് വർക്ക്ഔട്ട് ആവുക. അതിനേക്കാൾ ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ടാവില്ല. കാരണം അതൊരു ന്യൂക്ലിയസിനുള്ളിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത്രയും അടുത്തായിരിക്കും നിൽക്കുക. ന്യൂക്ലിയർ ഫോഴ്സസ് ചാർജ് ഇൻഡിപെൻഡന്റ് മാത്രമല്ല, ഓരോ പെയറുകൾക്കിടയിലുള്ള ന്യൂക്ലിയർ ഫോഴ്സ് ഈക്വൽ ആണ്. ഐ എം സ്പെസിഫൈങ് ദാറ്റ് ന്യൂക്ലിയർ ഫോഴ്സ് ബിറ്റ്വീൻ പ്രോട്ടോൺ ന്യൂട്രോൺ പെയർസ് ആർ ഈക്വൽ. ന്യൂക്ലിയർ ഫോഴ്സ് അങ്ങനെ എടുത്തു പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അടുത്ത സ്റ്റേറ്റ്മെന്റിൽ, അടുത്ത പ്രോബ്ലത്തിൽ അത് വരും. ദെൻ ന്യൂക്ലിയർ ഫോഴ്സ് saturation property, nuclear force are limited range forces. As a result, each of the interaction okay. ഇനി ന്യൂക്ലിയർ ഫോഴ്സിന്റെ നേച്ചർ, ഇത് അതിന്റെ പൊട്ടൻഷ്യലിന്റെ ഗ്രാഫാണ്, അതിലേക്ക് ഞാൻ വരുന്നില്ല. നമുക്ക് അതിന്റെ പ്രോപ്പർട്ടീസ് പഠിച്ചിട്ട് പോവാം. പൊട്ടൻഷ്യൽ എനർജി ഈസ് മിനിമം അറ്റ് 0.8 ഫെർമിമീറ്റർ. ന്യൂക്ലിയർ ഫോഴ്സ് ഇസ് നോട്ട് എ സെൻട്രൽ ഫോഴ്സ്. നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും പറയുന്ന പോലെ സെന്റർ ടു സെന്റർ, ടുവേർഡ്സ് ദ സെന്റർ, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ടുവേർഡ്സ് ദ സെന്റർ, away from the, ആ രൂപത്തിൽ സെൻട്രൽ ഫോഴ്സ് അല്ല ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ദെൻ ന്യൂക്ലിയർ ഫോഴ്സസ് സ്പിൻ ഡിപ്പെൻഡന്റ് ആണ്. ചാർജിനെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിലും ന്യൂക്ലിയോൺസിന്റെ സ്പിന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ന്യൂക്ലിയോൺസ് നിൽക്കുന്നത് അവിടുന്ന് സ്പിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള സ്പിന്നിനെ കുറിച്ച് ആലോചിക്കരുത് കേട്ടോ. അതായത് ക്ലാസിക്കലായിട്ട് നമ്മളൊരു ഒരു ബോൾ സ്പിൻ ചെയ്യുന്ന പോലെ നിങ്ങൾ വിചാരിക്കരുത്. ആ രൂപത്തിലുള്ള സ്പിന്നല്ല ഇത് നമ്മൾ ക്ലാസിക്കൽ സ്പിന്നിനെ കമ്പയർ ചെയ്യണ്ട. നിങ്ങൾ ആ സ്പിൻ എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് നിങ്ങൾ അത് തിരിയാണെന്ന് സങ്കല്പിക്കേണ്ട. അത് വേറൊരു ടൈപ്പ് ഓഫ് സ്പിന്നിങ് ആണ്. അപ്പൊ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. രണ്ട് ന്യൂക്ലിയോൺസിന്റെ ഇടയിലുള്ള സ്പിന്ന് force is stronger if the spin of the nucleons are parallel എന്ന് പറഞ്ഞാൽ ഒരേപോലെ സ്പിൻ ചെയ്യുന്ന ന്യൂക്ലിയോൺസുകളാണെങ്കിൽ അവർക്കിടയിലുള്ള ന്യൂക്ലിയർ ഫോഴ്സ് സ്ട്രോങ്ങർ ആയിരിക്കും. വീക്കർ ഇഫ് ദ സ്പിൻ ആർ ആന്റി പാരലൽ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സെൻസിലാണ് സ്പിൻ ചെയ്യുന്നത് എങ്കിൽ അവർക്കിടയിലുള്ള ന്യൂക്ലിയർ ഫോഴ്സ് വീക്കറാണ്. ഒരു വളരെ റെലവെന്റ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു പോയിന്റ് ആണെന്നും പറയാൻ പറ്റില്ല, ബട്ട് നിങ്ങളെ മനസ്സിൽ വെച്ചാൽ മതി അങ്ങനെ ഒരു കാര്യം ഉണ്ട് എന്നുള്ളത്. ആൻഡ് ഫോഴ്സ് ഇസ് അട്രാക്റ്റീവ്, ഡിസ്റ്റൻസ് ഇസ് ലാർജർ ദാൻ, നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ദെൻ ഇവിടെയാണ് നിങ്ങൾ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കേണ്ടത്. ഈ ചോദ്യം നോക്കൂ, 2 ന്യൂക്ലിയോൺസ് ആർ അറ്റ് എ സെപ്പറേഷൻ ഓഫ് 1 ഫെർമിമീറ്റർ. 1 ഫെർമിമീറ്റർ ആണ് സെപ്പറേഷൻ എങ്കിൽ അവർ തമ്മിലുള്ള ഫോഴ്സ് ഏത് തരത്തിലുള്ള ഫോഴ്സ് ആയിരിക്കും എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ നിങ്ങൾക്ക് വേണം. 1 ഫെർമിമീറ്റർ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് 0.8 ഫെർമിമീറ്റർ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ഇൻക്രീസ്. അപ്പോൾ അവർക്കിടയിൽ എന്ത് ഫോഴ്സ് ഉണ്ടാവുക? യെസ്, അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവുക. ദ നെറ്റ് ഫോഴ്സ്, ഈ വാക്കിനാണ് ഇവിടെ പ്രസക്തി. ഈ നെറ്റ് ഫോഴ്സ് ബിറ്റ്വീൻ ദം ഈസ് F1 ഇഫ് ബോത്ത് ആർ ന്യൂട്രോൺസ്. 2 ന്യൂട്രോണുകൾ തമ്മിലുള്ള ഫോഴ്സ് ആണ് F1. F2 ഇഫ് ബോത്ത് ആർ പ്രോട്ടോൺസ്. പ്രോട്ടോണുകൾ തമ്മിലുള്ള ഫോഴ്സ് ആണ് F2. F3 ഇഫ് വൺ ഇസ് പ്രോട്ടോൺ ആൻഡ് അനദർ വൺ ഇസ് ന്യൂട്രോൺ. ഒന്ന് പ്രോട്ടോണും ഒന്ന് ന്യൂട്രോണും. അപ്പൊ അവർക്കിടയിലുള്ള ഫോഴ്സ് F3. ഇതൊക്കെ ഈക്വൽ സെപ്പറേഷനിലാണ് കേട്ടോ. അപ്പൊ ഇവിടെ നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞൊരു വാക്ക് ഉപയോഗിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ ഫോഴ്സസ് ഒക്കെ ഈക്വൽ ആയേനെ. കാരണം നമ്മളിവിടെ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു.
ന്യൂക്ലിയർ ഫോഴ്സസ് ഓരോ പെയറിനും ഈക്വൽ ആണ് എന്നുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ ആൻസർ ഈക്വൽ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ അതിലേക്ക് പോകാൻ ഇവിടെ ഇല്ല. അപ്പോൾ എന്തായാലും അതിലേക്ക് പോകില്ല. പക്ഷെ ഇവിടെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ നെറ്റ് നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുക? റിസൾട്ടന്റ് ഫോഴ്സ്, ഒന്നിൽ കൂടുതൽ ഫോഴ്സുകൾ വരുമ്പോഴാണ് നമ്മൾ നെറ്റ് എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കുക, ശരിയല്ലേ? അപ്പൊ നെറ്റ് എന്ന് പറയുമ്പോൾ അവിടെ മറ്റു ഫോഴ്സുകളെയും കൂടെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. അതും കൂടെ പരിഗണിച്ചിട്ടുള്ള ഓർഡറാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ വെറും ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അതൊന്നും പരിഗണിക്കേണ്ടതില്ല. ഡയറക്റ്റ് നിങ്ങൾക്ക് ഓരോ പെയറിനിടയിലുള്ള ഫോഴ്സും ഈക്വൽ ആണെന്ന് എഴുതാം. ഇനി നെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ബാക്കി എന്തെങ്കിലും ഫോഴ്സ് ഉണ്ടോ നോക്കണം. ഇത് ന്യൂട്രോൺ ആണ്, ഇവർക്കിടയിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഇല്ല. പിന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവും, ഇറ്റ് ഈസ് വെരി 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 നെഗ്ലിജിബിളി സ്മോൾ, നമുക്കത് ഒഴിവാക്കാം. ദെൻ പ്രോട്ടോൺ തമ്മിൽ ഒരു റിപ്പൽസീവ് ഫോഴ്സ് ഉണ്ടാവും, ശരിയല്ലേ? ഒരു കൂളോംബിക് റിപ്പൽഷൻ ഉണ്ടാവും. എന്നാലും എഫക്റ്റീവ്ലി ഇവർ തമ്മിൽ അട്രാക്ഷൻ ഉണ്ടാവുക. ബിക്കോസ് ന്യൂക്ലിയർ ഫോഴ്സ് ഇസ് അട്രാക്റ്റീവ് ബിക്കോസ് ഡിസ്റ്റൻസ് ഇസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് 0.8 ഫെർമി മീറ്റർ ആൻഡ് വിച്ച് ഇസ് മച്ച് സ്ട്രോങ്ങർ ദാൻ ദാറ്റ് ഓഫ് കൂളോംബിക് ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ. ദാറ്റ് ഇസ് വൈ ദ നെറ്റ് ഫോഴ്സ് ഇസ് അട്രാക്റ്റീവ്. ബട്ട് സ്റ്റിൽ ഈ റിപ്പൽഷനെ കൊണ്ട് ആ അട്രാക്റ്റീവ് ഫോഴ്സ് ചെറുതായിട്ടൊന്ന് കുറയ്ക്കാൻ സാധിക്കും. മനസ്സിലായോ? ആ അട്രാക്റ്റീവ് ഫോഴ്സ് ചെറുതായിട്ടൊന്ന് കുറയ്ക്കാൻ സാധിക്കും ഈ റിപ്പൽസീവ് ഫോഴ്സ് ഉള്ളത് കൊണ്ട്. രണ്ടുപേര് തമ്മിൽ ഒരു റിപ്പൽഷൻ ഫോഴ്സ് ഉണ്ട്, ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. അട്രാക്റ്റീവ് ആണ് മോർ സ്ട്രോങ്ങർ എങ്കിൽ റിസൾട്ടന്റ് അട്രാക്റ്റീവ് തന്നെ ഉണ്ടാവുക. ബട്ട് അട്രാക്റ്റീവ് മറ്റ് പെയറിനെ കമ്പയർ ചെയ്യുമ്പോൾ അല്പം കുറവായിരിക്കും. കാരണം മറ്റ് രണ്ട് പെയറുകളിൽ ആ ന്യൂക്ലിയർ ഫോഴ്സ് ഓഫ് അട്രാക്ഷനേ ഉള്ളൂ, അവിടെ വേറെ റിപ്പൽഷൻ ഇല്ല. അവിടെ അതിനെ വീക്കറാക്കാൻ വേറൊന്നുമില്ല. ഇത് പ്രോട്ടോൺ ന്യൂട്രോൺ ആണ്, ഒരാൾക്ക് ചാർജ് ഉണ്ട് മറ്റേയാൾക്ക് ചാർജ് ഇല്ല. അപ്പൊ അവിടെ കൂളോംബിക് ഫോഴ്സ് ഇല്ല. പറയുന്നത് മനസ്സിലാവുണ്ടോ? ഇനി നിങ്ങൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട് എന്ന് പരിഗണിച്ചാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എല്ലാവർക്കും അട്രാക്റ്റീവ് ആണ്, സെയിം ഇൻ മാഗ്നിറ്റ്യൂഡ് തന്നെ ആയിരിക്കും വരാം. അപ്പൊ അതുകൊണ്ട് അത് പരിഗണിച്ചാലും ഇല്ലെങ്കിലും വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ ഗ്രാവിറ്റേഷൻ മീൻസ് കൂളോംബിക് ഫോഴ്സും ന്യൂക്ലിയർ ഫോഴ്സും മാത്രം പരിഗണിച്ചാൽ മതി. അപ്പൊ F2 ലിറ്റിൽ ബിറ്റ് weaker out due to that coulombic repulsion. So F1 is equal to F3 and that is little bit greater than that of F2. Yes, option 3 is the right answer. കിട്ടിയോ മക്കളെ? Option 3 is the right answer. Correct അല്ലേടാ? Correct അല്ലേ? Ready? Okay, see, mass energy equivalence equation. Einstein ഈ ഇക്വേഷനെ കുറിച്ച് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല. മാസ് എനർജി ഇക്വലൻസ് ഇക്വേഷൻ, യു നോ ദാറ്റ് മാസ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു എനർജി. സിമിലർലി എനർജി മാസിന് ഇക്വലന്റ് ആണ്, മാസ് എനർജിക്ക് ഇക്വലന്റ് ആണ്, ശരിയല്ലേ? ഫോർത്തോ F1 is equal to, ഞാൻ മാർക്ക് ചെയ്ത് ചെറുതായിട്ട് മാറിപ്പോയില്ലേ? F1 is equal to F2 എന്നല്ലല്ലോ, F1 is equal to F3 which is greater than that of F2. Yes, Anandu, good. Nizam, thank you so much. See, mass energy equivalence equation is equal to mc square. മാസ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്ന സമയത്ത് എത്ര മാസ് ആണോ കൺവേർട്ടഡ് ആയത് ഇൻറ്റു സി സ്ക്വയർ ചെയ്താൽ നമുക്ക് എനർജി കിട്ടും. 1 AMU മാസ് എനർജി ആയിട്ട് കൺവേർട്ടഡ് ആവുന്ന സമയത്തുള്ള വാല്യൂ ആണ് 931.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ഒരു പ്രോട്ടോൺ എനർജി ആവുന്ന സമയത്ത് അത് അങ്ങനെ തന്നെ എനർജി ആയിട്ട് മാറിയാൽ റിലീസ് ചെയ്യപ്പെടുന്ന എനർജിയാണ് 931.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. കാരണം ഒരു പ്രോട്ടോണിന്റെ മാസ് ഒരു AMU ആണ്. ഈ വാല്യൂ പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, ചിലപ്പോൾ അവർ കൺവേർട്ട് ചെയ്യപ്പെടാൻ മീൻസ് മാസ് അവർ പറയും 0.0013 എന്നൊക്കെ പറയും. അതിന് കറസ്പോണ്ടിങ് എനർജി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇതിലേക്കൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഷ്ടപ്പെടണ്ട. 1 AMU കറസ്പോണ്ടിങ് എനർജിയാണ് 931.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. അപ്പൊ എത്ര AMU ആണോ മാസ് അതേ ഇൻറ്റു 931.5 ചെയ്താൽ മതി. അതെങ്ങനെയാണ് മാസ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്? ദാറ്റ് ഈസ് കോൾഡ് മാസ് എനർജി കൺസർവേഷൻ. മാസ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അത് പല എക്സ്പെരിമെന്റലി നമുക്ക് നമ്മൾ റിലീസ് ചെയ്യുന്ന എനർജി കണ്ടുപിടിക്കുന്നത് ഓൺ ദി ബേസ് ഓഫ് ദിസ് ഇക്വേഷൻ ആണ്. ഓക്കെ, അതിന്റെ ഡീറ്റെയിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ആ ഒരു വൺ ഷോട്ട് ആയിട്ട് ചാപ്റ്റർ കംപ്ലീറ്റ് ഏരിയയിലേക്ക് ടച്ച് ചെയ്ത് പോകാൻ പറ്റില്ല. സോ അതുകൊണ്ട് തൽക്കാലം നമുക്ക് മുന്നോട്ടേക്ക് പോകാം. അത് ഐൻസ്റ്റീനോട് ചോദിക്കണം. അനന്തു വിട്ടാളെ. ഓക്കെ, NCERT exemplar. See, energy equivalent to 1 atomic mass unit. അത് വാല്യൂ നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം, ബിക്കോസ് അത് NCERT ഉള്ള കാര്യമാണ്. 931.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ദാറ്റ് ഇസ് ഓപ്ഷൻ 3. ഓക്കെ, അടുത്ത് നോക്ക്. കാൽക്കുലേറ്റ് ദ എനർജി ഇക്വലന്റ് ടു 1 gram ഓഫ് സബ്സ്റ്റൻസ്. 1 gram ഓഫ് സബ്സ്റ്റൻസ്. അവിടെ നമുക്ക് MC സ്ക്വയർ യൂസ് ചെയ്യാം. 1 gram ഓഫ് സബ്സ്റ്റൻസ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ മാസ് നിങ്ങൾ എടുക്കേണ്ടത് 1 gram, ദാറ്റ് ഇസ് 10⁻³ കിലോഗ്രാം. 10⁻³ into c square. 3 into 10⁻8 square, 9 into 10⁻16. ഇവിടെ കട്ട് ചെയ്ത് നമുക്ക് 10⁻13 കിട്ടും. So 9 into 10⁻13 joule. Option 3 is the right answer. See? Okay.
Okay. Then mass defect. See, രണ്ട് പ്രോട്ടോണും രണ്ട് ന്യൂട്രോണും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഇവരുടെ മാസ് 4 AMU, ഓൾമോസ്റ്റ് 4 AMU മാസാണ് വരിക. അവരൊരു ന്യൂക്ലിയസിന്റെ ഭാഗമല്ല, അവർ ഇൻഡിവിജ്വൽ പ്രോട്ടോൺസ് ആണ്, ഇൻഡിവിജ്വൽ ന്യൂട്രോൺസ് ആണ്. അവർ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് അവരുടെ മാസ് 4 AMU ആണ് വരിക, റൈറ്റ്? ഇവരൊരു ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നതോടുകൂടി, ഒരു കോമൺ ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നതോടുകൂടി അവരുടെ മാസ് ലിറ്റിൽ ബിറ്റ് ലെസ് ദാൻ ദാറ്റ് ഓഫ് 4 AMU ആയിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ മാസ് കുറയും. എത്രത്തോളം മാസ് കുറയുമോ അതിനെയാണ് നമ്മൾ മാസ് ഡിഫക്റ്റ് എന്ന് വിളിക്കുന്നത്, മാസ് ഡിഫക്റ്റ്. അപ്പൊ എന്തായിരിക്കും മാസ് ഡിഫക്റ്റ്? ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ഓഫ് മാസ് ഇൻ ബിറ്റ്വീൻ ന്യൂക്ലിയോൺസ് ആൻഡ് ന്യൂക്ലിയസ്, അല്ലെങ്കിൽ മാസ് ഓഫ് ന്യൂക്ലിയോൺസ് മൈനസ് മാസ് ഓഫ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് ആയി മാറുമ്പോൾ മാസ് കുറയാണ് ചെയ്യുക. ആ കുറഞ്ഞ മാസ് എന്തായിട്ട് മാറുന്നു? ആ കുറഞ്ഞ മാസ് ബൈൻഡിങ് എനർജി ആയിട്ട് മാറുന്നു. സോ ആ കുറഞ്ഞ മാസ് എനർജി ആയിട്ട് മാറുന്നു. സോ ബൈൻഡിങ് എനർജി വരിക ഡെൽറ്റ എം ഇൻറ്റു സി സ്ക്വയർ. ഡെൽറ്റ എം ഇൻറ്റു സി സ്ക്വയർ ബൈൻഡിങ് എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് കേട്ടോ. അതായത് ന്യൂക്ലിയോൺസിന്റെ മാസ് ആയിരിക്കുമല്ലോ കൂടുതൽ. അപ്പോൾ സി അറ്റോമിക് നമ്പർ ഇൻറ്റു മാസ് ഓഫ് പ്രോട്ടോൺ, നമ്പർ ഓഫ് ന്യൂട്രോൺ. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് പ്രോട്ടോൺ ഇൻറ്റു മാസ് ഓഫ് പ്രോട്ടോൺ. നമ്പർ ഓഫ് ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ, നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇൻറ്റു മാസ് ഓഫ് ന്യൂട്രോൺ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ന്യൂക്ലിയോൺസിന്റെ മാസ് കിട്ടും. അതായിരിക്കും കൂടുതൽ. അതിൻ്റെ അകത്ത് ന്യൂക്ലിയസിന്റെ മാസ് സബ്ട്രാക്ട് ചെയ്യുക. ആൻഡ് ദാറ്റ് ഇസ് മാസ് ഡിഫക്റ്റ്. ആ മാസ് ഡിഫക്റ്റിനെ സി സ്ക്വയർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് ബൈൻഡിങ് എനർജി. ഇനി ബൈൻഡിങ് എനർജിയുടെ ഡെഫിനിഷൻ NCERT പറയുന്നത് എനർജി റിലീസ്ഡ് ഡ്യൂറിംഗ് ദ ഫോർമേഷൻ ഓഫ് എ ന്യൂക്ലിയസ് ആണ്. ഒരു ന്യൂക്ലിയസ് പൊട്ടിക്കാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന എനർജിയാണ് ബൈൻഡിങ് എനർജി. അതിന്റെ റിവേഴ്സ് ഡെഫിനിഷൻ ആണ് ഒരു ന്യൂക്ലിയസ് വൺ ഇയർ റിപ്പീറ്റ് ചെയ്യുമ്പോൾ എത്ര ഹവേഴ്സ് പഠിക്കണം? സി, ഈ JEE എന്ന് പറയുന്ന എക്സാമിനേഷൻ, JEEയുടെ ക്വസ്റ്റ്യൻസ് പാറ്റേൺ, എസ്പെഷ്യലി ഫിസിക്സ് എന്നൊക്കെ പറയുന്നത് നമുക്കൊരു ഇൻസ്റ്റന്റേനിയസ് ഒരു ടോപ്പിക് പഠിക്കുന്നു, ആ ടോപ്പിക്കിന്റെ ക്വസ്റ്റ്യൻ ആ രൂപത്തിലല്ല ശരിക്ക് JEEയുടെ ക്വസ്റ്റ്യൻസിനെ നിങ്ങൾ കാണേണ്ടത്. JEEയുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പല കൺസെപ്റ്റുകളും കണക്ട് ചെയ്തിട്ടാണ് JEEയുടെ ക്വസ്റ്റ്യൻസ് പലപ്പോഴും ഉണ്ടാവുക. മൾട്ടി ചാപ്റ്റേഴ്സ് ആയിട്ടും മൾട്ടി കോൺസെപ്റ്റ് ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ സബ്ജക്റ്റിനെ നന്നാക്കി മനസ്സിലാക്കുകയും സബ്ജക്റ്റ് നന്നായിട്ട് കൈകാര്യം ചെയ്യാനും പറ്റണം. അങ്ങനെ പറ്റണമെങ്കിൽ നമ്മൾ പഠിക്കേണ്ട പാറ്റേൺ ക്വസ്റ്റ്യൻ ചെയ്ത് പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിലൂടെയാണ് കോൺസെപ്റ്റ് പഠിക്കേണ്ടത്. ആ പ്രോസസ്സ് നമ്മൾ ഒരു ദിവസം എത്ര മണിക്കൂർ പഠിക്കണം, ഒരു ടോപ്പിക്ക് ക്ലിയർ ആവാൻ എത്ര ക്വസ്റ്റ്യൻ ചെയ്യണം, അത്തരം ചോദ്യങ്ങൾക്ക് പ്രസക്തി ഇല്ല. ദാറ്റ് ഇസ് ഡിപ്പെൻഡ്സ് അപ്പോൺ നിങ്ങൾ എങ്ങനെ, എത്രത്തോളം അതിൽ നിങ്ങൾക്ക് ബേസ് ഉണ്ട്, എത്രത്തോളം നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ട്. മീൻസ് +1 +2 പഠിക്കുമ്പോൾ കാര്യങ്ങൾ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട്, നിങ്ങൾ ക്ലാസ്സിൽ എത്രത്തോളം നിങ്ങൾ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ലേണിംഗ് സ്പീഡ് എങ്ങനെയാണ്, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾ എത്ര സമയം പഠിക്കണം എന്നറിയാം. അല്ലാതെ വേറൊരാളോട് കമ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ പഠിക്കുന്ന സമയമോ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ്റെ എണ്ണോ തീരുമാനിക്കാൻ പറ്റില്ല. ഓക്കെ, സോ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. സോ ദാറ്റ് ഈസ് കോൾഡ് ബൈൻഡിങ് എനർജി. ദെൻ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയർ എന്ന് പറഞ്ഞൊരു സാധനം കൂടെ ഉണ്ട്. ദാറ്റ് ഈസ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയർ എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ഒരു ന്യൂക്ലിയസിന്റെ അകത്ത് 5 ആൾക്കാരാണുള്ളത്, 5 ന്യൂക്ലിയോൺസ് ആണുള്ളത്. സി, അപ്പൊ ഈ 5 ന്യൂക്ലിയോൺസ് ചേർന്ന് നിൽക്കുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് ലെറ്റ്സ് സേ 10 ഇലക്ട്രോൺ വോൾട്ട് ആണെന്ന് വിചാരിച്ച ഫോർ എക്സാമ്പിൾ 10 ഇലക്ട്രോൺ വോൾട്ട്. അത്രയൊക്കെ ബൈൻഡിങ് എനർജി ഉണ്ടാവുമോ? അത് വാല്യൂ പ്രാക്ടിക്കലി പോസിബിൾ ആയ വാല്യൂ ആണെന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ജസ്റ്റ് ഫോർ ആൻ എക്സാമ്പിൾ അതിന്റെ ബൈൻഡിങ് എനർജി 10 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അപ്പൊ നോക്കൂ, 5 ആളുകൾ ചേർന്ന് നിന്നുണ്ടായ ന്യൂക്ലിയസ് സ്പെൻഡ് ചെയ്ത ബൈൻഡിങ് എനർജിയാണ് 10 ഇലക്ട്രോൺ വോൾട്ട്. ഐ റിപ്പീറ്റ് അഗൈൻ, 5 ആളുകൾക്ക് കൂടെ ചേർത്തിട്ടാണ് ഈ 10 ഇലക്ട്രോൺ വോൾട്ട് എന്ന ബൈൻഡിങ് എനർജി ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് എത്ര ബൈൻഡിങ് എനർജി ഉണ്ടായിട്ടുണ്ടാവും? ഒരാൾക്ക് സ്പെൻഡ് ചെയ്ത ബൈൻഡിങ് എനർജി എത്ര ആയിരിക്കും? ദാറ്റ് ഇസ് 10 / 5, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇലക്ട്രോൺ വോൾട്ട്. ആ 2 ഇലക്ട്രോൺ വോൾട്ട് ഒരാൾക്ക് സ്പെൻഡ് ചെയ്യുന്നു, അതുപോലെ 5 എണ്ണം വരുന്നു, അപ്പോൾ മൊത്തം 10 ഇലക്ട്രോൺ വോൾട്ട് ആവുന്നു. അപ്പോൾ ഒരു ന്യൂക്ലിയോണിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ബൈൻഡിങ് എനർജി എത്രയാണ് എന്നാണ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെ നിങ്ങൾ കണ്ടുപിടിക്കും? ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഇസ് ഈക്വൽ ടു ടോട്ടൽ ബൈൻഡിങ് എനർജി ഡിവൈഡഡ് ബൈ മാസ് നമ്പർ. ടോട്ടൽ ബൈൻഡിങ് എനർജി ഡിവൈഡ് ബൈ മാസ് നമ്പർ. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ്, പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ ചേർന്ന് എത്ര ന്യൂക്ലിയസിന്റെ അകത്തുണ്ട് എന്നുള്ളതിന്റെ നമ്പറാണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേടാ? ദെൻ ഒരു ന്യൂക്ലിയസിന്റെ സ്റ്റെബിലിറ്റി തീരുമാനിക്കുന്നത് ഈ ഫാക്ടറാണ്. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കൂടുമ്പോൾ സ്റ്റെബിലിറ്റി കൂടും.
ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കുറയുമ്പോൾ സ്റ്റെബിലിറ്റി കുറയും. ന്യൂക്ലിയസിന്റെ സ്റ്റെബിലിറ്റിയാണ് നോൺ അറ്റോമിക് സ്റ്റെബിലിറ്റി. അത് ആറ്റത്തിന്റെ ഒക്ടറ്റ് റൂളോ 8 ഇലക്ട്രോൺ ഔട്ടർ മോസ്റ്റ് അതൊന്നും നിങ്ങൾ ആലോചിക്കുകയേ വേണ്ട. നമ്മളിപ്പോൾ സംസാരിക്കുന്നതിൽ ഇലക്ട്രോൺസോ ഷെല്ലോ ഇല്ല, അതൊക്കെ സീനിന്റെ വെളിയിലാണ്. നമ്മളിപ്പോൾ ആകെ ഡിസ്കസ് ചെയ്യുന്നത് ന്യൂക്ലിയർ സ്റ്റെബിലിറ്റിയാണ്. ഓക്കെ, ദെൻ അതിനോട് അഡീഷണലി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഫാക്ടർ, സി ഒരു ന്യൂക്ലിയർ റിയാക്ഷൻ നടക്കുന്ന സമയത്ത്, ന്യൂക്ലിയർ റിയാക്ഷൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു ന്യൂക്ലിയർ പ്രോസസ്സ് നടക്കുകയാണെന്ന് വിചാരിച്ചോ. അതിൽ ന്യൂക്ലിയർ റിയാക്ഷൻ അങ്ങനെ തന്നെ നമുക്ക് ജനറലി ന്യൂക്ലിയർ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് രണ്ട് ന്യൂക്ലിയസുകൾ കമ്പൈൻ ചെയ്തിട്ട് പുതിയൊരു ന്യൂക്ലിയസ് ഉണ്ടാകുന്നു. അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 ന്യൂക്ലിയസുകളായിട്ട് മാറുന്നു. അപ്പോൾ ഇതിനെ നമുക്ക് ചുമ്മാ പ്രൊഡക്റ്റ് എന്ന് വിളിക്കാം, ഇതിനെ നമുക്ക് റിയാക്റ്റന്റ് എന്ന് വിളിക്കാം. ഓക്കെ, ശരിക്കും പാരന്റ് ഡോട്ടർ ന്യൂക്ലിയം എന്നൊക്കെ പറയും. എനിവേ ഞാനിപ്പോൾ ചുമ്മാ മനസ്സിലാക്കാൻ വേണ്ടി ഇത് റിയാക്റ്റന്റ്, ഇത് പ്രൊഡക്റ്റ്. ഈ പ്രൊഡക്റ്റ് ബൈൻഡിങ് എനർജി പ്രൊഡക്റ്റിൻ്റെത് കൂടുതലായിരിക്കും, റിയാക്റ്റന്റിന് ബൈൻഡിങ് എനർജി കുറവായിരിക്കും. എങ്ങനെയാണ് ബൈൻഡിങ് എനർജി കൂടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റിന് മാസ് കുറവായിരിക്കും, റിയാക്റ്റന്റിനേക്കാൾ മാസ് കുറവായിരിക്കും പ്രൊഡക്റ്റിന്. അപ്പോൾ പ്രൊഡക്റ്റ് മാസ് കുറഞ്ഞു, ബൈൻഡിങ് എനർജി കൂടി. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കൂടിയാൽ പ്രൊഡക്റ്റ് എന്താവും? സ്റ്റേബിൾ ആവും. അപ്പോൾ പ്രൊഡക്റ്റിന്റെ ബൈൻഡിങ് എനർജി കൂടുതലായിരിക്കും, റിയാക്റ്റന്റിന്റെ ബൈൻഡിങ് എനർജി കുറവായിരിക്കും. എത്രയാണോ പ്രൊഡക്റ്റിന്റെ ബൈൻഡിങ് എനർജി കൂടുന്നത്, ആ കൂടി അത്ര എനർജിയാണ് പുറത്തേക്ക് റിലീസ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് കോൾഡ് ക്യൂ വാല്യൂ. അപ്പോൾ സി, ഇവിടെ റിയാക്റ്റന്റ് ആവുമ്പോൾ ഈ രണ്ടാളുടെയും ബൈൻഡിങ് എനർജി ചേർത്ത് നോക്കുമ്പോൾ ഇതിന് 2 ഇതിന് 2 ആകുമ്പോൾ 4 ആണെന്ന് വിചാരിച്ചു. ഈ പ്രൊഡക്റ്റിന്റെ ബൈൻഡിങ് എനർജി ഒരു 6 ആണെന്ന് വിചാരിച്ചു. പ്രൊഡക്റ്റിന്റെ ബൈൻഡിങ് എനർജി 6 ആണെന്ന് വിചാരിച്ചു. അപ്പോൾ അധികം എത്ര ഉണ്ട്? 2 ഉണ്ട്. അപ്പോൾ പുറത്തേക്ക് റിലീസ് ചെയ്യുന്ന എനർജി ക്യൂ വാല്യൂ, പുറത്തേക്ക് റിലീസ് ചെയ്യുന്ന എനർജിയുടെ വാല്യൂ ക്യൂ വാല്യൂ അത് എത്ര ആയിരിക്കും? 2 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. ഓക്കെ, ജസ്റ്റ് ഫോർ ആൻ എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ നോക്ക്. ലെറ്റ് E1 E2 be the binding energies of 2 nuclei A and B. It is observed that 2 nuclei of A combine together and form B. അപ്പോൾ റിയാക്ഷൻ നമുക്ക് എഴുതാം, A plus A gives B. ഓക്കെ, അപ്പോൾ ബൈൻഡിങ് എനർജി ഓഫ് A is E. കട്ടായി. സോ ക്യൂ വാല്യൂ, പുറത്തേക്ക് റിലീസ് ചെയ്യുന്ന എനർജി ക്യൂ വാല്യൂ ഈസ് വലുതേതാ? E2 അല്ലേ? E2 minus 2 E1. സോ E2 ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് 2 times of E1. ക്ലിയർ ആണോ മക്കളെ? അനന്തു ക്ലിയർ ആണോടാ? ഓക്കെ, മാധവൻ എവിടെ പോയി? മാധവനെ കണ്ടില്ലെന്ന്. ഓക്കെ, സി ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. പ്രീവിയസ് ഇയർ JEE ആണ് കേട്ടോ. A nucleus A having mass number 220 and binding energy per nucleon is 5.6 is split into 2 fragments B and C of mass number 105 and 115. So ഒരു ന്യൂക്ലിയസ് ഉണ്ടായിരുന്നു, അതിന്റെ മാസ് നമ്പർ 220 ആണ്. അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 ന്യൂക്ലിയസുകളായി മാറി B and C. ഓരോന്നിന്റെയും മാസ് നമ്പർ 105ഉം 115ഉം. റിയാക്ടന്റിന്റെ ബൈൻഡിങ് എനർജി 5.6. ദാറ്റ് ഈസ് നോട്ട് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ. ഒരു ന്യൂക്ലിയോണിന് വേണ്ടി മാധവനെ ഇന്നും ക്ലാസ്സിലും കണ്ടില്ല. അനന്തുവിന്റെ പേരാണ് മാധവൻ. ഓക്കെ, നോക്കൂ, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഈസ് 5.6. അതായത് ഒരു ന്യൂക്ലിയോണിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ബൈൻഡിങ് എനർജിയാണ് ഈ 5.6 എന്ന് പറയുന്നത്. റെഡി? അപ്പൊ നോക്കൂ, ഈ റിയാക്ടന്റിൽ മാസ് നമ്പർ 220 പറഞ്ഞാൽ ആ ന്യൂക്ലിയസിൽ, അതായത് സ്പ്ലിറ്റ് ചെയ്യുന്നതിന്റെ മുൻപ് ആ ന്യൂക്ലിയസിൽ 120 ആൾക്കാരുണ്ട്. ആ 120 ആൾക്കാരിൽ ഓരോരുത്തർക്കും സ്പെൻഡ് ചെയ്യുന്ന എനർജിയാണ് ഈ 5.6 എന്ന് പറയുന്നത്. സോ ടോട്ടൽ ബൈൻഡിങ് എനർജി ഓഫ് ദ ന്യൂക്ലിയർ ബിഫോർ സ്പ്ലിറ്റിംഗ് ഈസ് ബൈൻഡിങ് എനർജി ഓഫ് റിയാക്ടന്റ് ഈസ് 220 into 5.6. ഞാനിപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാത്തത് നമുക്ക് ലാസ്റ്റ് കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഉണ്ടായ 2 ന്യൂക്ലിയസ് ബിയും സിയും അവരുടെ മാസ് നമ്പർ 105ഉം 115ഉം ആണ്. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഇൻ ബി ആൻഡ് സി രണ്ടാക്കും 6.4. കണ്ടോ? റിയാക്ടന്റിന്റെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ 5.6 ഉള്ളൂ. അത് പ്രൊഡക്റ്റിന്റെ രണ്ടാൾക്കും 6.4 ആണ്. സോ 2 പേരുടെയും ഇൻഡിവിജ്വലി ബൈൻഡിങ് എനർജി കൂടി. നത്തിങ് ക്യാൻ ബി സെയ്ഡ് ഓൺ. നോ 4 അല്ലേ ആൻസർ? ഈ ക്വസ്റ്റൻ ആൻസർ ആണോ 4? അല്ല, E2 ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് 2 E1 ആണ് കേട്ടോ. അശ്വന്ത് 4 അല്ല. ഓ, ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആണോ 4 എന്ന് ചോദിച്ച്? അതാണെങ്കിൽ ഓക്കെ ആണ്, അത് 4 എന്നാണെന്ന് തോന്നുന്നു വരിക.
220നേക്കാൾ കുറവുള്ള വാല്യൂ ആണ് വരിക, 4 തന്നെയാണ് വരിക. ലെറ്റ് മീ സി, നോക്കൂ. ക്ലിയർ അല്ലടാ? കാണാനും കേൾക്കാനൊക്കെ പറ്റുന്നില്ലേ? ലിസൺ. അപ്പോൾ പ്രൊഡക്റ്റ് 6.4 ആണ്. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റിന്റെ ബൈൻഡിങ് എനർജി നോക്കാം. പ്രൊഡക്റ്റിന്റെ ബൈൻഡിങ് എനർജി ഈസ് ഈക്വൽ ടു 105 മാസ് നമ്പർ ഉള്ള ആള്, അയാളുടെ മാസ് നമ്പർ ഇൻറ്റു 64 പ്ലസ് 115 ഇൻറ്റു 64 അല്ല 6.4. സോ ബൈൻഡിങ് എനർജി ഓഫ് പ്രൊഡക്റ്റ് ഈസ് ഈക്വൽ ടു 6.4നെ പുറത്തേക്ക് എടുക്കുക, 105 പ്ലസ് 115 ദാറ്റ് ഈസ് ഈക്വൽ ടു 220. അപ്പോൾ ഇത് പ്രൊഡക്റ്റിന്റെ ബൈൻഡിങ് എനർജി, ആൻഡ് ഹിയർ വി ഹാവ് റിയാക്ടന്റിന്റെ ബൈൻഡിങ് എനർജി. സോ Q വാല്യൂ ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റിൻ്റെത് 220 ഇൻറ്റു 6.4 മൈനസ് റിയാക്ടന്റ് 220 ഇൻറ്റു 5.6. അപ്പോൾ Q വാല്യൂ ഈസ് ഈക്വൽ ടു 220നെ കോമൺ ആക്കി ഔട്ട് സൈഡ് എടുത്താൽ 6.4 മൈനസ് 5.6 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.8. അബ്സല്യൂട്ട്ലി കറക്റ്റ്. 220 ഇൻറ്റു 0.8 വിൽ ഗെറ്റ് ഓൾമോസ്റ്റ് 1.76. കറക്റ്റ് ആണ് കേട്ടോ. ഇപ്പോൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ 4 അല്ലേ എന്നാണ് ഉദ്ദേശിച്ചത്. എക്സാക്ട്ലി 4 ആണ് അശ്വന്ത്. ഗുഡ്, വെരി ഗുഡ്. This is the point. To compare stability of different nuclei, we need to compare binding energy per nucleon, not binding energy. Binding energy നോക്കിയിട്ടല്ല നിങ്ങൾ സ്റ്റെബിലിറ്റി പറയേണ്ടത്, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ വെച്ചിട്ടാണ്. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോന്റെ ഗ്രാഫ് ആണത് ആസ് പെർ NCERT. നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ എക്സ് ആക്സിസിൽ മാസ് നമ്പർ ആണ്, വൈ ആക്സിസിൽ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ആണ്. അപ്പൊ ചെറിയ ചെറിയ മാസ് നമ്പർ ഉള്ള ഈ ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം അവരുടെയൊക്കെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കുറവാണ്. മാസ് നമ്പർ കൂടുന്നതിനനുസരിച്ച് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കൂടുന്നു, മാസ് നമ്പർ കൂടുന്നതിനനുസരിച്ച് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കൂടുന്നു, പിന്നെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കുറയുന്നു. അപ്പോൾ നമ്മൾ ഇതിന്റെ ഒരു കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ ഇവിടെ ഞാൻ ഒരു റെഫറൻസ് ലൈൻ വരച്ചു. വ്യക്തമായിട്ട് കാണുന്നില്ല എന്ന് തോന്നുന്നു, ഞാനിതാ ഇങ്ങനെ വരയ്ക്കാം. ഇവിടെ റെഫറൻസ് ലൈൻ വരച്ചു. ഇതിന്റെ മുകളിൽ വരുന്ന ആളുകളൊക്കെ സ്റ്റേബിൾ ആണ്, കാരണം അവർക്ക് കമ്പാരിറ്റീവ്ലി ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കൂടുതലാണ്. ആ ലൈനിന്റെ താഴെ വരുന്ന ആളുകളൊക്കെ അൺസ്റ്റേബിൾ ആണ്, കാരണം അവർക്ക് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കുറവാണ്. അപ്പോൾ ന്യൂക്ലിയർ സ്റ്റെബിലിറ്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, ന്യൂക്ലിയർ സ്റ്റെബിലിറ്റി. അപ്പോൾ എന്താണ് അതിന്റെ ക്രൈറ്റീരിയ എന്നുള്ള NCERT വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ നോക്കൂ, ഇവിടെ മാസ് നമ്പർ 30നേക്കാൾ കുറവുള്ള ആളുകളും മാസ് നമ്പർ 170നേക്കാൾ കൂടുതലുള്ള ആളുകളും സ്റ്റേബിൾ അല്ല. മാസ് നമ്പർ ലെസ് ദാൻ ദാറ്റ് ഓഫ് 30യും മാസ് നമ്പർ ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് 170യും അവർ രണ്ടുപേരും സ്റ്റേബിൾ അല്ല. സോ യു ക്യാൻ സേ ദാറ്റ് ബോത്ത് ലൈറ്റർ ന്യൂക്ലിയർ ആൻഡ് ഹെവി ന്യൂക്ലിയർ ആർ നോട്ട് സ്റ്റേബിൾ. ലൈറ്റർ ന്യൂക്ലിയയും ഹെവി ന്യൂക്ലിയയും സ്റ്റേബിൾ അല്ല, അവരുടെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കുറവാണ്. അപ്പൊ ആ ന്യൂക്ലിയസ് അങ്ങനെ നിൽക്കില്ല, അവർ സ്റ്റേബിൾ ആവാൻ ശ്രമിക്കും. സോ ലൈറ്റർ ന്യൂക്ലിയെ ഓൾവേസ് ട്രൈ ടു ഫോം എൻ ഹെവി ന്യൂക്ലിയേറ്റ് ഫോർ അറ്റൈനിങ് സ്റ്റെബിലിറ്റി. ദാറ്റ് ഈസ് വൈ ലൈറ്റർ ന്യൂക്ലിയെ ട്രൈ ടു കമ്പൈൻ ടു ഫോം ഹെവി ന്യൂക്ലിയെ, ആൻഡ് ദാറ്റ് പ്രോസസ് ഇസ് നോൺ ആസ് ന്യൂക്ലിയർ ഫ്യൂഷൻ. എന്തുകൊണ്ടാണ് അപ്പോൾ ഫ്യൂഷൻ നടക്കുന്നത്? ഹൈഡ്രജൻ കമ്പൈൻ ചെയ്ത് ഹീലിയം ആവുന്നത് എന്തുകൊണ്ടാ? കമ്പാരിറ്റീവ്ലി മാസ് നമ്പർ കൂടിയാൽ സ്റ്റെബിലിറ്റി കൂടും. ന്യൂക്ലിയർ സ്റ്റെബിലിറ്റി ആണ് അവിടെ, ആറ്റവുമായിട്ട് നിങ്ങൾ ചിന്തിക്കരുത്, ന്യൂക്ലിയർ സ്റ്റെബിലിറ്റി ആണ് കേട്ടോ. അപ്പൊ ലൈറ്റർ ന്യൂക്ലിയെ കമ്പൈൻ ടു ഫോം ഹെവി ന്യൂക്ലിയർ, അവർ എപ്പോഴും മാസ് നമ്പർ 30നേക്കാൾ കൂട്ടാനാണ് ശ്രമിക്കുക, അതുകൊണ്ട് അവർ കമ്പൈൻ ടു ഫോം ഹെവി ന്യൂക്ലിയർ. ദാറ്റ് പ്രോസസ് ഇസ് കോൾഡ് ന്യൂക്ലിയർ ഫ്യൂഷൻ. വലിയ എനർജി റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. സ്റ്റാറുകളിൽ നടക്കുന്ന പ്രോസസ്സ് ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. ന്യൂക്ലിയർ ഫ്യൂഷൻ നമ്മൾ തെർമോ ന്യൂക്ലിയർ റിയാക്ഷൻ എന്ന് പറയും. തെർമോ ന്യൂക്ലിയർ റിയാക്ഷൻ എന്ന് പറയാനുള്ള കാരണം അത് ഹൈ ടെമ്പറേച്ചറിൽ മാത്രമേ നടക്കുള്ളൂ. ഐ തിങ്ക് ഓൾമോസ്റ്റ് 10⁻⁷ or 8 കെൽവിൻ ടെമ്പറേച്ചർ വേണം. NCERT ഉണ്ട് ആ വാല്യൂ കറക്റ്റ് കേട്ടോ. 10⁻⁷ or 8 അത്രയും കെൽവിൻ ടെമ്പറേച്ചർ വേണം, എങ്കിലേ ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കത്തുള്ളൂ. അതുകൊണ്ട് ഇതിന് ഹൈ ടെമ്പറേച്ചറിൽ നടക്കുന്ന ന്യൂക്ലിയർ റിയാക്ഷൻ ആയതുകൊണ്ട് തെർമോ ന്യൂക്ലിയർ റിയാക്ഷൻ എന്ന് വിളിക്കും. എന്തുകൊണ്ടാണ് ഹൈ ടെമ്പറേച്ചറിൽ മാത്രം നടക്കൂ എന്ന് പറയുന്നത്? രണ്ട് ന്യൂക്ലിയസ് കമ്പൈൻ ചെയ്തിട്ട് ഒരു ന്യൂക്ലിയസ് ആവണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ 2 കമ്പൈൻ ചെയ്ത് ഒരു ന്യൂക്ലിയസ് ആവണമെങ്കിൽ ഈ ന്യൂക്ലിയസിനുള്ളിൽ പ്രോട്ടോൺ ഉള്ളതുകൊണ്ട് അത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്, ഈ രണ്ടാമത്തെ ന്യൂക്ലിയസിൽ പ്രോട്ടോൺ ഉള്ളതുകൊണ്ട് അതും പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. ഇവർ അടുത്തേക്ക് വരുമ്പോൾ there will be a coulombic repulsion. To overcome that coulombic repulsion, high amount of kinetic energy is required, high amount of energy is required. അപ്പോൾ high amount of energy വേണമെങ്കിൽ സറൗണ്ടിങ്ങിൽ ടെമ്പറേച്ചർ കൂടുതലായിരിക്കണം. ഓക്കെ, ദാറ്റ് ഈസ് വൈ അത് ഹൈ ടെമ്പറേച്ചറിൽ മാത്രമേ നടക്കത്തുള്ളൂ. അതുകൊണ്ട് അതിനെ തെർമോ ന്യൂക്ലിയർ റിയാക്ഷൻ വിളിക്കും. അങ്ങനെയാണെങ്കിൽ നേരെ തിരിച്ചോ, ഹെവി ന്യൂക്ലിയസിന്റെ കാര്യം എന്താ? ഹെവി ന്യൂക്ലിയസ് എന്താ ചെയ്യാ? മക്കള് പറ. ഇടക്ക് കട്ടായി പോകുന്നുണ്ട് ആണോ? ഓക്കെ, ഇവിടെ ഐ തിങ്ക് എവറിത്തിങ് ഇസ് റൈറ്റ്. ഓക്കെ, നിങ്ങൾക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെങ്കിൽ അതൊന്ന് റേഞ്ചുള്ള അടുത്തൊക്കെ ഒന്ന് നോക്കൂ കേട്ടോ. ഓക്കെ, സി
ഹെവി ന്യൂക്ലിയസ് അപ്പം എന്താ ചെയ്യുക? ലൈറ്റർ ന്യൂക്ലിയസ് സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഹെവി ന്യൂക്ലിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പൊ ഹെവി ന്യൂക്ലിയ എന്താ ചെയ്യുക? ഹെവി ന്യൂക്ലിയ സ്റ്റേബിൾ ആവാൻ വേണ്ടി ലൈറ്റർ ന്യൂക്ലിയ ആയിട്ട് മാറാം. മീൻസ് ഹെവി ന്യൂക്ലിയ എന്ന് പറയുന്നത് മാസ് നമ്പർ 170 കൂടുതലുള്ള ആളാണ്. ആ 170 കൂടുതലുള്ള ആൾക്കാർ എപ്പോഴും മാസ് നമ്പർ കുറഞ്ഞ ആൾ, 170 കുറഞ്ഞ ആളാവാൻ വേണ്ടി ശ്രമിക്കും. ആ തരത്തിലുള്ള ഒരു ശ്രമമാണ് നേരത്തെ നിങ്ങൾ കണ്ട ഈ ചോദ്യം. അത്തരത്തിലുള്ള ഒരു ശ്രമമാണ് നേരത്തെ നിങ്ങൾ കണ്ട ചോദ്യം. നോക്കൂ, 220 മാസ് നമ്പർ ഉള്ള ഒരു ഹെവി ന്യൂക്ലിയെ അയാൾ സ്റ്റേബിൾ അല്ല. കാരണം അയാൾ മാസ് നമ്പർ ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് 170 ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയർ കുറവാണെന്ന്. അപ്പൊ അയാൾ സ്റ്റേബിൾ അല്ല. സ്റ്റേബിൾ അല്ലാത്ത ആൾ ആ ന്യൂക്ലിയസ് അങ്ങനെ നിൽക്കില്ല. അത് പെട്ടെന്ന് തന്നെ പൊട്ടിയിട്ട് 2 കഷ്ണമായി. 2 കഷ്ണം 2 ഡോട്ടർ ന്യൂക്ലിയസ് ആയി. അതേതാ? സി 105ഉം 115ഉം. അത് രണ്ടും ലെസ് ദാൻ 170 ആണ്. അപ്പൊ രണ്ടുപേരും സ്റ്റേബിൾ ആണ്. കാരണം അതിന്റെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയർ കൂടി 6.4 ആയി. ഓക്കെ, അപ്പൊ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയർ കൂടി, അവർ സ്റ്റേബിൾ ആയി. സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാനാണ് ഇത് സ്പ്ലിറ്റ് ചെയ്തത്. അപ്പൊ ഹെവി ന്യൂക്ലിയർ സ്പ്ലിറ്റ് ടു ലൈറ്റർ ന്യൂക്ലിയർ. പിന്നെ ഒരു പ്രോസസ് ഉണ്ട് 70 അണ്ടർ ആവാൻ, 170 അണ്ടർ ആവാൻ, നോട്ട് 70 അണ്ടർ കേട്ടോ. പിന്നെയും ഒരു 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 പരിപാടിയും കൂടെ ഉണ്ട്, ഒരു പ്രതീക്ഷയും കൂടെ ഉണ്ട്. അതായത് ഹെവി ന്യൂക്ലിയെ, റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസുകൾ അവർ സ്വയം മാസ് നമ്പർ കുറച്ചിട്ട് എനർജി എമിറ്റ് ചെയ്യും. മറ്റു ന്യൂക്ലിയസ്, മാസ് നമ്പർ കുറഞ്ഞ ന്യൂക്ലിയസുകളായിട്ട് മാറും. സ്പോണ്ടേനിയസ് എമിഷൻ ഓഫ് റേഡിയേഷൻ. ദാറ്റ് പ്രോസസ് ഇസ് കോൾഡ് റേഡിയോ ആക്റ്റീവ് ഡീകെ. അൺഫോർച്ചുനേറ്റ്ലി റേഡിയോ ആക്റ്റീവ് ഡീകെ നമുക്ക് സിലബസിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇല്ല. അതുകൊണ്ട് വല്ലാതെ ലോ ഓഫ് റേഡിയോ ആക്റ്റീവ് ഡീകെയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതില്ല. റേഡിയോ ആക്റ്റീവ് ഡീകെയുടെ ബേസിക് ആയ കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിയാൽ മതി. അതെന്തൊക്കെ പഠിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇത്രയും വരെ ഓക്കെ ആണോ? അതിന്റെ കൺക്ലൂഷൻസ്, ഞാനിപ്പോൾ പറഞ്ഞ കൺക്ലൂഷൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ന്യൂക്ലിയർ ഫ്യൂഷൻ, ന്യൂക്ലിയർ ഫിഷൻ. സോറി, ഫസ്റ്റ് ഏതാ? ന്യൂക്ലിയർ ഫിഷൻ, ന്യൂക്ലിയർ ഫ്യൂഷൻ. ഇവിടെ നോക്കൂ, ഒരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റൻ ആണ്, നന്നായിട്ട് ശ്രദ്ധിക്കണേ. ഇവിടെ assume that nuclear binding energy per nucleon varies with the mass number as shown in figure. Use this plot, choose the correct choice. നോക്ക്, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയൻ കൂടുതൽ വരുന്നത് 100ന്റെയും 200ന്റെയും ഇടയിലാണ്. അപ്പൊ ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ ചോദ്യമാണ്. യഥാർത്ഥത്തിൽ മാസ് നമ്പർ എത്രന്റെ ഇടയിലാണ് നിങ്ങൾക്ക് പറയാം. അപ്പൊ ഇതൊരു ഹൈപ്പോത്തറ്റിക്കലി പറയാണ്, 100നേക്കാൾ കൂടുതലും 200നേക്കാൾ കുറഞ്ഞാലും അവർ സ്റ്റേബിൾ ആവും. ഇൻ ബിറ്റ്വീൻ 100 and 200 മാസ് നമ്പർ വരണം എന്നർത്ഥം. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. നോക്ക്, ഫ്യൂഷൻ ഓഫ് 2 ന്യൂക്ലിയെ ഹാവിംഗ് മാസ് നമ്പർ ലൈസ് ഇൻ ബിറ്റ്വീൻ 1 and 50. 1ന്റെ 50ന്റെ ഇടയിൽ മാസ് നമ്പർ ഉള്ള ആളുകൾ ഫ്യൂസ് ചെയ്താൽ സ്റ്റേബിൾ ആവോ? സ്റ്റേബിൾ ആയാലേ എനർജി റിലീസ് ചെയ്യുള്ളൂ. സ്റ്റേബിൾ ആവോ? ഇല്ല. 50നേക്കാൾ കുറവുള്ള 2 നമ്പർ മനസ്സിൽ സങ്കല്പിക്കുക. ലെറ്റ് ട്രൈ സംതിങ്. 50നേക്കാൾ കുറവുള്ള 2 നമ്പർ മനസ്സിൽ സങ്കല്പിക്കുക. സങ്കല്പിച്ചോ? എന്നിട്ട് അത് നേരെ ഡബിൾ ആക്ക്. അല്ലെങ്കിൽ 50നേക്കാൾ താഴെയുള്ള 2 നമ്പർ സങ്കല്പിച്ച് അത് രണ്ടും ആഡ് ചെയ്യും. ഒരിക്കലും നിങ്ങൾക്ക് 100ന്റെ മേലെ പോകില്ല. പരമാവധി ഇങ്ങ് എടുക്കാൻ പറ്റും 49 അല്ലെ 49 48, രണ്ടും കൂട്ടി നോക്കിയാൽ ഒരിക്കലും 100ന്റെ മേലെ പോകില്ല. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാന്ന് മനസ്സിലായോ മക്കളെ? രണ്ടാമത്തെ നോക്ക്, ഫ്യൂഷൻ ഓഫ് ന്യൂക്ലിയ ഹാവിംഗ് മാസ് നമ്പർ ലൈസ് ഇൻ ദ റേഞ്ച് ഓഫ് 51ന്റെയും 100ന്റെയും ഇടയിൽ. 100ന്റെയും 51ന്റെയും ഇടയിലുള്ള ഏതെങ്കിലും 2 സംഖ്യ എടുത്തിട്ട് ആഡ് ചെയ്ത് നോക്ക്. ഡെഫിനറ്റ്ലി ഇൻ ബിറ്റ്വീൻ 100 and 200 ആയിരിക്കും. അപ്പോൾ ഇത് പോസിബിൾ ആണ്. ഫിഷൻ ഓഫ് ന്യൂക്ലിയ ലൈങ് മാസ് നമ്പർ 200 and 260. 200ന്റെയും 260ന്റെയും ഇടയിലുള്ള നമ്പർ നേരെ സ്പ്ലിറ്റ് ചെയ്താൽ പകുതി ആക്കുക, അല്ലെങ്കിൽ രണ്ടാക്കിയിട്ട് മാറുകയാണെങ്കിൽ അത് മാസ് നമ്പർ 100ന്റെയും 200ന്റെയും ഇടയിൽ വരാൻ സാധ്യതയുണ്ട്. ഫ്യൂഷൻ ഓഫ് എ ന്യൂക്ലിയർ ഓഫ് മാസ് നമ്പർ ഇൻ ദ റേഞ്ച് എനർജി റിലീസസ് ബ്രോക്കൺ ഇൻ ടു 2 ഈക്വൽ ഫ്രാഗ്മെന്റ്സ്. അപ്പൊ 200 പകുതി ആയാൽ 100 ആവും. അതിന് 260 പകുതി ആയാൽ 130 130 ആവും. അപ്പൊ അത് 100ന്റെയും 200ന്റെയും ഇടയിൽ വരും. അത് സ്റ്റേബിൾ ആവും. സോ ആൻസർ ഇസ് ഓപ്ഷൻ 4. ബോത്ത് 2 and 3 ആർ കറക്റ്റ്. ശരിയല്ലേ? ബോത്ത് 2 and 3 ആർ കറക്റ്റ്. ഗുഡ്. റേഡിയോ ആക്റ്റീവ് ഡീകെ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. റേഡിയോ ആക്റ്റീവ് ഡീകെ നോക്കൂ, ആൽഫ ബീറ്റ ഗാമ ഡീകെ. ആൽഫ എന്ന് പറഞ്ഞാൽ ഒരു ഹീലിയം ആണ്. ബീറ്റ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഓർ പോസിട്രോൺ. ഗാമ എന്ന് പറഞ്ഞാൽ ഹൈ എനർജറ്റിക് പ്രോട്ടോൺ. ഒരു ആൽഫ ഡീകെ നടന്നു കഴിഞ്ഞാൽ മാസ് നമ്പർ 4 വെച്ച് കുറയും, അറ്റോമിക് നമ്പർ 2 വെച്ച് കുറയും. മാസ് നമ്പർ 4 വെച്ച് കുറയും, അറ്റോമിക് നമ്പർ 2 വെച്ച് കുറയും. അപ്പോൾ ഒരു ആൽഫ ഡീകെ നടന്നു കഴിഞ്ഞാൽ എത്ര ആൽഫ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ, നമ്പർ ഓഫ് ആൽഫ കണ്ടുപിടിക്കാൻ നമ്മൾ പഴയ മാസ് നമ്പർ മൈനസ് പുതിയ മാസ് നമ്പർ ഡിവൈഡഡ് ബൈ 4 ചെയ്താൽ മതി. എന്നുവെച്ചാൽ മാസ് നമ്പർ ആദ്യം ഒരു 12 കുറഞ്ഞു എന്ന് വിചാരിച്ചോ. നമ്മൾ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം.
number of alpha is equal to mass number ഒരു 12 കുറഞ്ഞു എന്ന് വിചാരിച്ചു. അപ്പോൾ എത്ര ആൽഫ പോയിട്ടുണ്ടാവും? മാസ് നമ്പർ 4 കുറഞ്ഞാലാണ് ഒരു ആൽഫ പോവുക. ഓക്കെ, അപ്പോൾ 8 കുറഞ്ഞാലോ 2 ആൽഫ, 12 കുറഞ്ഞാൽ 3 ആൽഫ. അപ്പോൾ നമുക്ക് എങ്ങനെ മനസ്സിലാവും? ചേഞ്ച് ഇൻ മാസ് നമ്പർ ഡിവൈഡഡ് ബൈ 4 ചെയ്ത നമ്പർ ഓഫ് ആൽഫ കിട്ടും. ഇനി ബീറ്റ ഡി കെ എന്ന് പറയുന്നത് ഒരു ന്യൂട്രോൺ പ്രോട്ടോൺ ആവുകയും ഒരു പോസിട്രോൺ ആവുകയും ചെയ്യുമ്പോഴാണ്, ഒരു ന്യൂട്രോൺ ഒരു പ്രോട്ടോണും ഇലക്ട്രോണും ആയിട്ട് മാറുമ്പോഴാണ് ബീറ്റ ഡി കെ നടക്കുന്നത്. ഒരു ബീറ്റ മൈനസ് നടക്കുന്നത് ഒരു പ്രോട്ടോൺ ഒരു ന്യൂട്രോണും ഇലക്ട്രോണും ആയിട്ട് മാറുമ്പോഴാണ് ബീറ്റ പ്ലസ് ഡി കെ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യം പഠിച്ചാൽ മതി. ബീറ്റ മൈനസ് ഡി കെ നടക്കുമ്പോൾ അറ്റോമിക് നമ്പർ 1 കൂടും. കാരണം ഒരു ന്യൂട്രോൺ മാറിയിട്ട് പ്രോട്ടോൺ ആയി. അപ്പോൾ ന്യൂട്രോൺ മാറി പ്രോട്ടോൺ ആയ മാസ് നമ്പറിൽ മാറ്റമൊന്നുമില്ല. കാരണം ന്യൂട്രോൺ മാറി പ്രോട്ടോൺ ആയി. ന്യൂട്രോൺ എണ്ണം 1 കുറഞ്ഞു, പ്രോട്ടോൺ 1 കൂടി. ടോട്ടൽ നമ്പറിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. പ്രോട്ടോൺ ഒരെണ്ണം എക്സ്ട്രാ വന്ന അറ്റോമിക് നമ്പർ 1 കൂടും. ഇനി ഒരു പ്രോട്ടോൺ ന്യൂട്രോൺ ആയിട്ട് മാറിക്കഴിഞ്ഞാൽ പ്രോട്ടോൺ എണ്ണം 1 കുറഞ്ഞു, ന്യൂട്രോൺ 1 കൂടി. മാസ് നമ്പറിൽ മാറ്റില്ല, പക്ഷെ പ്രോട്ടോൺ എണ്ണം 1 കുറഞ്ഞത് കൊണ്ട് അറ്റോമിക് നമ്പർ 1 കുറയും. അപ്പോൾ ബീറ്റ മൈനസ് എടുക്കുമ്പോൾ അറ്റോമിക് നമ്പർ പ്ലസ് ആവും. Z+1 ആവും. ഒരു ബീറ്റ മൈനസ് നടന്നാൽ Z+1 ആവും. രണ്ടാമതാണ് Z+2 ആവും. ഒരു ബീറ്റ പ്ലസ് നടന്നാൽ Z മൈനസ് ആവും. അപ്പോൾ ബീറ്റ പ്ലസ് നടന്നാൽ Z മൈനസ് ആവും, ബീറ്റ മൈനസ് നടന്നാൽ Z പ്ലസ് ആവും. ഒന്നും പറയാതെ ബീറ്റ എന്ന് മാത്രം പറഞ്ഞാൽ അണ്ടർസ്റ്റുഡ്, അത് ബീറ്റ മൈനസ് ആണ്. ബീറ്റ പ്ലസ് എന്ന് പറഞ്ഞാൽ ബീറ്റ പ്ലസ്, ബീറ്റ മൈനസ് എന്ന് പറഞ്ഞാൽ അത് ബീറ്റ മൈനസ് തന്നെ. വെറും ബീറ്റ എന്ന് പറഞ്ഞാൽ അത് ബീറ്റ മൈനസ് ആണ് കേട്ടോ. ഓക്കെ, ഇനി ആൽഫ ബീറ്റ ഗാമയുടെ പ്രോപ്പർട്ടീസ്, അയോണൈസേഷൻ പവറും പെനട്രേഷൻ പവറും ചാർജും ഇത്തരം കാര്യങ്ങൾ നോക്കി വെക്കുന്നത് വളരെ നല്ലതാണ്. സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. ഇൻ എ ഗിവൺ ന്യൂക്ലിയർ റിയാക്ഷൻ ABCD റെപ്രസെന്റ് ചെയ്യുന്നത് എന്താ നോക്കുക. ഫസ്റ്റ് നോക്കുക, യുറേനിയം മാസ് നമ്പർ 138ഉം അറ്റോമിക് നമ്പർ 92ഉം. ഒരു ആൽഫ ഡി കെ നടന്നിട്ട് തോറിയമായിട്ട് മാറി. അപ്പം മാസ് നമ്പർ 4 കുറയും. 234 ആവും. മാസ് അറ്റോമിക് നമ്പർ 2 കുറയും. അപ്പോൾ 90 ആവും. കാരണം ഒരു ഹീലിയം പോയി കഴിഞ്ഞാൽ മാസ് നമ്പർ 4 അറ്റോമിക് നമ്പർ 2 അല്ലേ കുറയാം. അപ്പം A എന്ന് പറയുന്നത് 234ഉം B എന്ന് പറയുന്നത് 90ഉം. 234ഉം 90ഉം. ഓക്കെ, ഓപ്ഷൻ എയും ബിയും സിയും ഉണ്ട്. അത് വെച്ച് നോക്കിയിട്ട് കാര്യമില്ല, അടുത്തും കൂടി നോക്കണം അർത്ഥം. നല്ലൊരു ചോദ്യമാണത്. ഇനി ബീറ്റ എന്ന് എഴുതി കണ്ടാൽ അതിന്റെ അർത്ഥം അത് ബീറ്റ മൈനസ് ആണ്. ബീറ്റ മൈനസ് ആണ്, Z+1 ആവും. സോ ദാറ്റ് ഇസ് 91. അറ്റോമിക് നമ്പറിൽ മാസ് നമ്പറിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. മാസ് നമ്പർ മാറുന്നത് ആൽഫ ഡി കെയിൽ മാത്രമാണ് കേട്ടോ. അപ്പോൾ അത് എത്രയാവും? സ്റ്റിൽ 234 തന്നെ. അപ്പോൾ നമുക്ക് എയും ബിയും കിട്ടി, സിയും ഡിയും കിട്ടി. സി 234 തന്നെ, 234 വരുന്ന 234ഉം ഡി 91ആണ്. അപ്പോൾ ഓപ്ഷൻ ഇ ഇനി കണ്ടുപിടിക്കേണ്ടതില്ലല്ലോ. ഓക്കെ, ഇ എന്ന് പറയുന്നത് ബീറ്റ. ഈ എന്ത് ടൈപ്പ് ഡി കെ എന്ന് വെച്ചാൽ ഇത് 92, 91, ഇത് 92. അപ്പോൾ Z1 കൂടിയാൽ Z+1 ആയാൽ അത് ബീറ്റ മൈനസ് ഡി കെ ആണ്. വെറും ബീറ്റ എന്ന് എഴുതി അത് ബീറ്റ മൈനസ് എന്നാണ് കേട്ടോ അർത്ഥം. ഓക്കെ, സോ ഓപ്ഷൻ 2 ഇസ് റൈറ്റ് ആൻസർ. ഇത് മനസ്സിലായോടാ? ഓപ്ഷൻ ചതിച്ച്. ഓക്കെ, ന്യൂക്ലിയർ ഫിഷൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഒരു യുറേനിയത്തിനെ ഒരു ന്യൂട്രോണെ കൊണ്ട് ഇടിപ്പിക്കുമ്പോൾ യുറേനിയം സ്പ്ലിറ്റ് ഇൻ ടു ബാരിയം ആൻഡ് ക്രിപ്റ്റോൺ. യുറേനിയം 235 ആണ്, അത് അൺസ്റ്റേബിൾ ആണ്. അത് ബാരിയം ക്രിപ്റ്റോണും ആകുമ്പോൾ രണ്ടും 170നേക്കാൾ കുറവാണ്. 134 മാസ് നമ്പറും 96 മാസ് നമ്പറും. സോ അവർ രണ്ടുപേരും എന്താണ്? നിസാം സാഗർ ഓപ്ഷൻ. യെസ്, ഗുഡ്. രണ്ടുപേരും എന്താണ്? സ്റ്റേബിൾ ആണ്. ശരിയല്ലേ? ഇതിൽ നിന്ന് ബൈ പ്രോഡക്റ്റ് ആയിട്ട് 3 ന്യൂട്രോൺ പുറത്തേക്ക് വരും. റിയാക്ഷൻ ഇവിടെയും നമ്മളൊരു 3 യുറേനിയം ആറ്റത്തിന് വെച്ച് കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിക്കും. അതിൽ 9 ന്യൂട്രോൺസ് വരും. അവിടെയൊക്കെ നമ്മൾ യുറേനിയത്തിന് വെച്ചാൽ അതും പൊട്ടും. അങ്ങനെ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ട് നടന്നുകൊണ്ടിരുന്ന ചെയിൻ റിയാക്ഷൻ ആവും. അൺകൺട്രോൾഡ് ചെയിൻ റിയാക്ഷൻ ആയാൽ അത് ആറ്റം ബോംബിന് സിമിലർ ആവും. ഓപ്പൺഹൈമർ. ഇനി കൺട്രോൾഡ് ചെയിൻ റിയാക്ഷൻ ആണെങ്കിൽ നമുക്ക് ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. ആറ്റം ബോംബിൽ നടക്കുന്ന പ്രോസസ്സ് ന്യൂക്ലിയർ ഫിഷനും ഹൈഡ്രജൻ ബോംബിൽ നടക്കുന്ന പ്രോസസ്സ് ന്യൂക്ലിയർ ഫ്യൂഷനാണ്. ഫ്യൂഷനാണ് മോർ എനർജറ്റിക് കേട്ടോ. ഫിഷനേക്കാൾ എത്രയോ എനർജറ്റിക് ആണ് ഫ്യൂഷൻ. ഓക്കെ, ദെൻ ഇവിടെ ഈ റിയാക്ഷന്റെ ഭാഗമായിട്ട് പുറത്തേക്ക് റിലീസ് ചെയ്യുന്ന ന്യൂട്രോൺ എണ്ണം 3 ആണ് എന്ന് കരുതി നേച്ചറിലുള്ള എല്ലാ ന്യൂക്ലിയർ ഫിഷനിലും പുറത്തേക്ക് വരുന്ന ന്യൂട്രോൺ എണ്ണം 3 ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. NCERT 3 എക്സാമ്പിൾസ് പറയുന്നുണ്ട്. അത് പലപ്പോഴും പല കുട്ടികൾക്കും അറിയില്ല. യുറേനിയം കൺവേർട്ടഡ് ഇൻ ടു ബാരിയം ആൻഡ് ക്രിപ്റ്റോൺ ഇത് മാത്രമേ വളരെ കോമൺ ആയ ടിപ്പിക്കൽ എക്സാമ്പിൾ ഉള്ളൂ. പക്ഷെ അത് മാത്രമല്ല NCERT ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് NCERT ഉള്ള മറ്റ് 2 എക്സാമ്പിൾ കൂടെ നിങ്ങൾ പഠിക്കണം. ദിസ് ഇസ് ദ ഫസ്റ്റ് എക്സാമ്പിൾ. നമ്മളിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ, അതിൽ റിലീസ് ചെയ്യുന്ന നമ്പർ ഓഫ് ന്യൂട്രോൺ സി 3 ന്യൂട്രോൺ ആണ്. രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കൂ, ദിസ് നോട്ട് ചെയ്യണേ.
അവിടെ റിലീസ് ചെയ്യുന്ന ന്യൂട്രോണിൻ്റെ എണ്ണം 4 മൂന്നാമത്തെ നോക്കൂ, നമ്പർ ഓഫ് ന്യൂട്രോൺ റിലീസ് ചെയ്യുന്നത് 2 അപ്പോൾ ഈ 3 എക്സാമ്പിൾ പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ്. ആദ്യത്തെ എക്സാമ്പിൾ മാത്രം നിങ്ങളുടെ പഠനം, നിങ്ങളുടെ റെഫറൻസ് നിർത്തരുത്. ദെൻ ഇത് നമ്മുടെ നേച്ചറിൽ എത്ര എണ്ണം വീതം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര ഓരോന്ന് നടക്കാനുള്ള പോസിബിലിറ്റീസ് എത്രയാണ് എന്ന് നോക്കിയിട്ട് ആവറേജ് ന്യൂട്രോൺ റിലീസിങ് ഇൻ ന്യൂക്ലിയർ ഫിഷൻ, ആവറേജ് ന്യൂട്രോൺ എണ്ണം 2.5 കാരണം 3 റിലീസ് ചെയ്യുന്നത് നടക്കും, 4 റിലീസ് ചെയ്യുന്നത് നടക്കും, 2 റിലീസ് ചെയ്യുന്നത് നടക്കും. അതിൽ ഏതാ കൂടുതൽ നടക്കുക, ഏതാ കുറവ് നടക്കുക എന്നുള്ളതൊക്കെ ഡിപ്പെൻസ്. അപ്പോൾ ആവറേജ് ന്യൂട്രോണിന്റെ എണ്ണം റിലീസ് ചെയ്യുന്നത് 2.5 ഒന്ന് ട്രൈ ചെയ്യണം. ഏത് ആറ്റം ബോംബിന്റെ കാര്യമാണോ പറയുന്നത്? ഓക്കെ, നല്ലതാണോ? നോക്ക്, ഇത്തരം ടൈപ്പ് ചോദ്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഞാനിപ്പം ഇതിൽ വൺ ഷോട്ടിൽ ഇൻക്ലൂഡ് ചെയ്തതെന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് പഠിക്കേണ്ട ഏരിയയും പഠിക്കേണ്ട ടൈപ്പ് ക്വസ്റ്റ്യൻസും ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതോടുകൂടെ അത് അവസാനിക്കരുത്. ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നമ്മൾ ഇന്ന് ചെയ്ത സ്ലൈഡിലുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് കണ്ടെത്തിയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി മെറ്റീരിയൽ ദിവസമൊക്കെ നോക്കിയിട്ട് അത് വീണ്ടും അതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ പഠിക്കേണ്ട ഏരിയകൾ ഏതൊക്കെയാണ്, ചാപ്റ്ററിന്റെ മൊത്തത്തിലുള്ളൊരു സമ്മറി എന്താണ്, ചാപ്റ്ററിന്റെ ട്രജക്ടറി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റും. അതിന്റെ അപ്പുറം നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. ഓക്കെ, ഇവിടെ ഒന്ന് വന്ന് ട്രൈ ചെയ്യരുത്. എന്തോ സി ദ എനർജി റിലീസ്ഡ് ബൈ ദ ഫിഷൻ 1 യുറേനിയം ആറ്റം, ഒരു യുറേനിയം ആറ്റം പൊട്ടിത്തെറിക്കുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജി 200 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ്. ദ നമ്പർ ഓഫ് ഫിഷൻ പെർ സെക്കൻഡ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 3.2 മെഗാ വാട്ട് പവർ. നോക്ക്, ഇവിടെ കുറേ യുറേനിയം ഉണ്ട്. ഒരാൾ പൊട്ടിയാൽ ഉണ്ടാവുന്ന എനർജിയാണ് ഇ. അപ്പോൾ കുറേ ആൾക്കാർ പൊട്ടിയാൽ NE. കുറേ ആൾക്കാർ 1 സെക്കൻഡ് കൊണ്ട് പൊട്ടുന്നു, അപ്പം അല്ലെങ്കിൽ 10 സെക്കൻഡ് കൊണ്ട് പൊട്ടുന്നു. അപ്പോൾ 1 സെക്കൻഡ് കൊണ്ട് പൊട്ടുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജി കണ്ടുപിടിക്കാൻ ഡിവൈഡഡ് ബൈ T, ദാറ്റ് ഈസ് പവർ. അപ്പോൾ N/T എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റിയാക്ഷൻ പെർ 1 സെക്കൻഡ്, ദാറ്റ് ഈസ് സ്മോൾ ലെറ്റർ N into E. അപ്പോൾ പവർ ഡിവൈഡഡ് ബൈ E ചെയ്താൽ യു വിൽ ഗെറ്റ് നമ്പർ ഓഫ് റിയാക്ഷൻ പെർ 1 സെക്കൻഡ്. വളരെ ടിപ്പിക്കൽ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ്, പലപ്പോഴും എക്സാമിന് ചോദിച്ചതാണ്. പവർ 200 മെഗാ പവർ വരുന്നത് 3.2 മില്ലി വാട്ടാണ് ഇൻറ്റു 10⁻³ വരും, ഡിവൈഡഡ് ബൈ എനർജി. അത് 2 ജൂൾ തന്നെ ചെയ്യണം. അപ്പോൾ മെഗാ ഇലക്ട്രോൺ വോൾട്ടിനെ ആദ്യം ഇലക്ട്രോൺ വോൾട്ടിലേക്ക് മാറ്റി എന്നിട്ട് ജൂളിലേക്ക് മാറ്റാം. മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുമ്പോൾ 200 ഇൻറ്റു 10⁻6 ഇലക്ട്രോൺ വോൾട്ട്. അതിനെ ജൂളിലേക്ക് മാറ്റാൻ ഇൻറ്റു 1.6 ഇൻറ്റു 10⁻⁻19. ഈ 2 സീറോയും 10⁻6 കട്ട് ചെയ്താൽ നമുക്ക് ഇവിടെ കട്ട് ചെയ്യാം. അപ്പോൾ 10⁻21 വരും, ശരിയല്ലേ? 20 അല്ല, ഐ എം സോറി, ഇവിടെ 6 ഉണ്ട്, 2 കട്ട് ചെയ്തു. അപ്പോൾ 10⁻8 കട്ട് ചെയ്തു. 10⁻8 കട്ട് ചെയ്താൽ 10⁻11 വരും, ശരിയല്ലേ? -11 മുകളിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് 3ഉം 11ഉം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ -8 ആണ്. അത് മുകളിലേക്ക് പോയാൽ 10⁻+8 ആവും. ഇനി എളുപ്പമാണ്, ഈ 2ഉം 1.6ഉം മൾട്ടിപ്ലൈ ചെയ്താൽ കറക്റ്റ് 3.2 ആണ്, കട്ടായി പോകും. സോ യു വിൽ ഗെറ്റ് 10⁻8 നമ്പർ ഓഫ് ഫിഷൻ ഇസ് റിക്വയർഡ് ടു ജനറേറ്റ് ദീസ് മച്ച് ഓഫ് പവർ. ക്ലിയർ ആണോ? ഓക്കെ, the process of fission is responsible for the release of energy in hydrogen bomb. Fission ഏതിലാണ്? ഹൈഡ്രജൻ ബോംബാണോ ആറ്റം ബോംബാണോ? ആറ്റം ബോംബാണ് കേട്ടോ. സണ്ണിൽ നടക്കുന്നതോ സ്റ്റാറിൽ നടക്കുന്നതോ ന്യൂക്ലിയർ ഫ്യൂഷൻ. ഹൈഡ്രജൻ ബോംബിലോ ഫ്യൂഷൻ. മറ്റ് 3 ഫ്യൂഷനാണ്. ന്യൂക്ലിയർ റിയാക്ടർ, ഇതിൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒരു റിയാക്ടറിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളും അതിന്റെ ഫങ്ഷൻസും പഠിക്കണം. എടാ, ന്യൂക്ലിയർ ഫിഷൻ നടക്കുന്നത്, ഫ്യൂഷൻ അല്ല, ഫിഷൻ നടക്കുന്നത് ആറ്റം ബോംബിലാണ് കേട്ടോ. സി, ന്യൂക്ലിയർ റിയാക്ടറിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നോക്കൂ. ന്യൂക്ലിയർ റിയാക്ടറിൽ ഈ റിയാക്ടർ കോറിൽ കൺട്രോളിങ് റോഡ്സ് ഉപയോഗിച്ചിട്ട് കൺട്രോൾഡ് ചെയിൻ റിയാക്ഷൻ നടത്തും. അതിൽ നിന്ന് എനർജി റിലീസ് ചെയ്യും. ആ ചെയിൻ റിയാക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്യൂവൽ ന്യൂക്ലിയസ് യുറേനിയം ആവാം, അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് മീൻസ് ഫിഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ന്യൂക്ലിയസുകളാവാം. യുറേനിയം നമുക്ക് യൂസ് ചെയ്യാം. നോക്കൂ, ന്യൂക്ലിയർ റിയാക്ടർ ഡെലിവേർഡ് ഇൻ വിച്ച് ഓക്കെ ദ എസെൻഷ്യൽ പാർട്ട് ഓഫ് എസെൻഷ്യൽ പാർട്ടുകൾ ഏതൊക്കെയാണ്? ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഫ്യൂവല്, മോഡറേറ്റേഴ്സ്, കൺട്രോളിംഗ് റോഡ്, കൂളന്റ്, പ്രൊട്ടക്റ്റീവ് ഷീൽഡ്. ഫസ്റ്റ് വൺ ഇസ് ഫ്യൂവൽ. യെസ്, കോമൺലി യൂസ്ഡ് ഫ്യൂൽ ഇസ് യുറേനിയം ഉണ്ട്. പിന്നെ അതാ ഓരോന്നും അവിടെ കൊടുത്തിട്ടുണ്ട്. പ്രോട്ടീനിയം, TH230, അതൊക്കെ
നോക്കി വെക്കാം. എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് നോക്ക്, മോഡറേറ്റേഴ്സ്. ഫങ്ഷൻ ഓഫ് മോഡറേറ്റേഴ്സ് ടു സ്ലോ ഡൗൺ ദ ഫാസ്റ്റ്ലി മൂവിങ് ന്യൂട്രോൺസ് ടു ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ഫ്യൂഷൻ. റേറ്റ് ഓഫ് ഫ്യൂഷൻ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ന്യൂട്രോണിന് സ്പീഡ് ഒരു പെർട്ടിക്കുലർ വാല്യൂവിൽ നിലനിർത്തേണ്ടതുണ്ട്. അബ്സോർബ് ചെയ്യാൻ പാടില്ല, ബട്ട് സ്പീഡ് കുറയ്ക്കണം. അതാണ് മോഡറേറ്റേഴ്സിന്റെ ഫംഗ്ഷൻ. The commonly used moderator efficiently are heavy waters, graphite, beryllium oxide, heavy water. അപ്പോൾ ഹെവി വാട്ടറും ഹെവി വാട്ടർ ലിക്വിഡ് സ്റ്റേറ്റിലാണ് ഉണ്ടാവുക. ദെൻ ഗ്രാഫൈറ്റ് ആണെങ്കിൽ പൗഡർ രൂപത്തിലാണ് ഉണ്ടാവുക. അത് മോഡറേറ്റേഴ്സ് വിച്ച് മീൻസ് ന്യൂട്രോണിനെ സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദ ബെസ്റ്റ് മോഡറേറ്റർ. എ ഗുഡ് മോഡറേറ്റേഴ്സ് ലോ അറ്റോമിക് മാസ്, poor absorption of neutron absorb ചെയ്യാൻ പാടില്ല, good scattering property, size of the moderator atom should be nearly the size that of neutron. അതായത് ന്യൂട്രോണിന്റെ സൈസിനോട് കമ്പയറബിൾ ആവണമെങ്കിൽ ലോ അറ്റോമിക് മാസ് ഉള്ള ആൾക്കാരായിരിക്കണം മോഡറേറ്റർ ആയിട്ട് യൂസ് ചെയ്യേണ്ടത്. കൺട്രോളിംഗ് റോഡ്, ന്യൂട്രോണെ അബ്സോർബ് ചെയ്ത് വെക്കാൻ, ഫർദർ ചെയിൻ റിയാക്ഷൻ നടക്കാതിരിക്കാൻ ന്യൂട്രോണെ അബ്സോർബ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, കൺട്രോളിംഗ് റോഡ്സ് യൂസ് ചെയ്യുന്നത് ടു അബ്സോർബ് ക്യാപ്ചർ ദ ന്യൂട്രോൺ. കാഡ്മിയം, ബോറോൺ, സ്റ്റീൽ ആർ യൂസ്ഡ് ആസ് മോഡറേറ്റേഴ്സ്. ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ കാഡ്മിയം റോഡാണ്. ഓക്കെ, കൂളന്റ്. റിയാക്ഷൻ നടക്കുമ്പോൾ കോർ നന്നായിട്ട് ഹീറ്റ് ആവും. ആ ടെമ്പറേച്ചർ തണുപ്പിക്കണമെങ്കിൽ നമുക്ക് അതിന് ചുറ്റും കൂളന്റുകൾ വേണം. ദ ഫംഗ്ഷൻ ഓഫ് കൂളന്റ് ടു കീപ് ദ റിയാക്ടർ ടെമ്പറേച്ചർ അറ്റ് ലോ വാല്യൂ സോ ദാറ്റ് ദേ മേ നോട്ട് ബി ഡേഞ്ചർ ഓഫ് ഹീറ്റ് ഡാമേജ് ടു ദ റിയാക്ടർ. It's very clear from that statement. Air, CO2 are used as gaseous coolant. Water, organic liquids, helium, liquid sodium, ഇതൊക്കെ കൂളന്റ് ആയിട്ട് യൂസ് ചെയ്യും. ഇവിടെ കാറിലൊക്കെ എഞ്ചിൻ തണുപ്പിക്കാൻ വേണ്ടി റേഡിയേറ്ററിൽ വെള്ളം ഒഴിച്ച് വെക്കുന്നില്ലേ, സെയിം പർപ്പസ് തന്നെ. പ്രൊട്ടക്റ്റീവ് ഷീൽഡ്, നിങ്ങൾക്കറിയാം റേഡിയോ ആക്റ്റീവായ എലമെന്റ്സ്, റേഡിയേഷൻസ് ഒക്കെ വളരെ ഹാംഫുൾ ആണ്. സാധാരണ ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഒക്കെ ഉണ്ടാവുക ആളുകൾ ജനതാമസം ഇല്ലാത്ത, സിവിലൈസേഷൻ ഇല്ലാത്ത ഏരിയയിലാണ്, കിലോമീറ്ററോളം ഉള്ളിലുള്ള ഏരിയയിലാണ് സാധാരണ ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഒക്കെ ഉണ്ടാവുക. എന്നാൽ കൂടെയും പ്രൊട്ടക്റ്റീവ് ഷീൽഡ് ഉപയോഗിച്ചാലേ നമുക്ക് ദ പ്രോസസ് ഓഫ് പ്രിവെന്റിങ് റേഡിയോ ആക്റ്റീവ് ഇഫക്റ്റ് അറൌണ്ട് ദി ന്യൂക്ലിയർ റിയാക്ടർ ഇസ് കോൾഡ് പ്രൊട്ടക്റ്റീവ് ഷീൽഡ്. ഡ്യൂറിംഗ് ദ വർക്കിംഗ് ഓഫ് ന്യൂക്ലിയർ റിയാക്ടർ, ഡേഞ്ചർ റേഡിയേഷൻ സച്ച് ആസ് ഹൈ എനർജറ്റിക് gamma rays, thermal radiations are produced to protect the person working there and reactor. The shield is covered, okay, several thick and lights up to the same metal is like, okay, see, and this will be the not last. Thermal neutrons are those which moving with the kinetic energy similar to the surrounding മോളിക്യൂൾസ്. സറൗണ്ടിങ് മോളിക്യൂൾസിന്റെ അതേ കൈനറ്റിക് എനർജിയിൽ മൂവ് ചെയ്യുന്ന ന്യൂട്രോണെയാണ് നമ്മൾ തെർമൽ ന്യൂട്രോൺസ് വിളിക്കുക, തെർമലി ആക്സിലറേറ്റഡ് ന്യൂട്രോൺസ് എന്ന് വിളിക്കുക. ഓക്കെ, ന്യൂക്ലിയർ ഫ്യൂഷൻ, ഹൈഡ്രജൻ കമ്പൈൻ ടു ഫോം ഹീലിയം ഇസ് കോൾഡ് ന്യൂക്ലിയർ ഫ്യൂഷൻ. സണ്ണിൽ നടക്കുന്ന ന്യൂക്ലിയർ ഫ്യൂഷനെ വിളിക്കുന്ന പേരാണ് പ്രോട്ടോൺ സൈക്കിൾ. ഒരു പ്രോട്ടോൺ സൈക്കിളിൽ നിന്നും റിലീസ് ചെയ്യുന്ന എനർജിയുടെ വാല്യൂ ആണ് 26.7 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ആ വാല്യൂ ബൈ ഹാർട്ട് പഠിക്കണം. ഓക്കെ, സി I think second last question. നമ്മൾ കൃത്യം 1 മണിക്കൂർ നമ്മൾ വൺ ഷോട്ട് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഫ്യൂഷൻ റിയാക്ഷൻ? താഴെ കൊടുത്തതിൽ ഏതാണ് ഫ്യൂഷൻ റിയാക്ഷൻ? ഒബ്വിയസ്ലി ഓപ്ഷൻ 3 ഈസ് ദ ഫ്യൂഷൻ റിയാക്ഷൻ. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ക്ലിയർ? അതിൽ ഫർദർ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ലല്ലോ. among the following true option is energy released per nucleon is same in both fission and fusion reaction. രണ്ടിലും ഒരേ എനർജി ആണോ? അല്ല. energy released per nucleon is more in fusion than that of more in fission than that of fusion. fission ആണ് കൂടുതൽ എനർജി റിലീസ് ചെയ്യുന്നത്? അല്ല. the energy released per nucleon is less in fission than that of fusion. fissionൽ ലെസ് ആണ് പറഞ്ഞത്, കൂടുതൽ ഫ്യൂഷനിലാണ്. that is option 3 is the right answer, and that will be the end of the discussion. so ചാപ്റ്ററിന്റെ നിങ്ങൾ പ്രധാനമായിട്ടും ടച്ച് ചെയ്യേണ്ട ഭാഗങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് മാത്രം പഠിക്കുക എന്നുള്ളതല്ല, ഇതെങ്കിലും ഈ ഒരു ഏരിയയിലെങ്കിലും നിങ്ങൾ ടച്ച് ചെയ്തിട്ട് പോകണം എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇത് മാത്രം പഠിച്ചു പോകണമെന്നല്ല കേട്ടോ. ഇതിൽ നിന്നുകൊണ്ട് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്തിട്ട് പഠിക്കണം. നിങ്ങൾക്കൊരു ക്വിക്ക് റിവിഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ കേട്ടോ.
ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. റെഡിയാണോടാ? ഓക്കെ അനന്തു, ഏതായാലും നന്നായി. താങ്ക് യു ഡിവൈഡഡ് ബൈ സൈൻ ക്യൂ ഡിവൈഡഡ് ബൈ കോസ് ക്യൂ. താങ്ക് യു. ഏജ് ഓഫ് ഒക്കെ റേഡിയോ ആക്റ്റീവ് ഡി കെ കേട്ടോ. Okay, that's it. Bye and good night.